സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പോൾ ഷെയ്ൻ നിഗം എന്ന് പറയുന്ന നടൻ, അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെയൊക്കെ നേർവഴിക്ക് നടത്തുന്നതിന് പകരം വിലക്കി അദ്ദേഹത്തെ മാറ്റി നിർത്താൻ നോക്കിയതൊക്കെ വളരെ വിഷമകരമായ കാര്യമല്ലേ? ഇപ്പം നമ്മളിനി വീണ്ടും അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യം അയാൾ വളരെ മര്യാദയ്ക്ക് സിനിമകൾ ചെയ്തു പോകുന്നു. അയാളുടെ സിനിമകൾ ഹിറ്റാണ്, നല്ല നടനാണ്. താരങ്ങൾ വേണമെന്നുണ്ടോ ചിത്രം വിജയിക്കാൻ? താരങ്ങളുള്ള പടങ്ങളാണ് തിയേറ്ററിലേക്ക് ആൾ കൂടുതലായിട്ട് വരാനായിട്ടുള്ള സാധ്യത. സൂപ്പർ സ്റ്റാറുകളുടെ കാലം കഴിഞ്ഞോ? ഒരിക്കലും. ഇപ്പം ഞാൻ ഒരാളോട് എനിക്ക് ഇത്ര രൂപയെ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾ വേണ്ട എന്ന് പറഞ്ഞാൽ അയാൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നില്ല. സിനിമയുടെ ആകർഷണ വലയത്തിലേക്ക് ചിത്രശലഭത്തിലെ പോലെ വന്നു വീഴുന്ന നിർമ്മാതാക്കളുണ്ട്. ഉണ്ട്, ഇഷ്ടം പോലെയുണ്ട്. ഒരു രൂപ പോലും കളക്ട് ചെയ്യാത്ത സിനിമകളുണ്ട്. എങ്ങനെയാണ് മമ്മൂട്ടി? ഞാൻ വിചാരിച്ച പോലെ വളരെ സ്നേഹവും വാത്സല്യവും ഒരു നല്ല മനുഷ്യൻ. ഈ ആനയ്ക്ക് മാത്രം കഥ ഇഷ്ടപ്പെട്ടാൽ പോരാ, പാപ്പാന്മാർക്ക് കൂടി ഇഷ്ടമായാൽ മാത്രമേ ഒരു പ്രോജക്റ്റ് ഓണാകൂ എന്ന് ചലച്ചിത്ര രംഗത്ത് പലരും പറയാറുണ്ട്. എന്തു പറയുന്നു? എനിക്ക് അനുഭവമില്ല. പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവും ചലച്ചിത്ര നിർമ്മാതാക്കളുടെ സംഘടനയായ കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീ ബി രാകേഷാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. നമസ്കാരം ശ്രീ ബി രാകേഷ്. നമസ്കാരം. ഇപ്പം നമ്മൾ 2023 വിട പറയുകയാണ്. ഈ വർഷം എത്ര ചിത്രം ഇറങ്ങി, എത്രത്തോളം വിജയിച്ചു? 220ഓളം ചിത്രങ്ങളാണ് ഇനി ഒരാഴ്ചയും കൂടെ ഉണ്ട് ഇറങ്ങാനായിട്ട് സാധ്യതയുള്ളത്. അപ്പോൾ ഇന്നലെ നേരെന്ന് പറഞ്ഞ ചിത്രം ഇറങ്ങി. ആ പടം നല്ല അഭിപ്രായമാണ്, പോകുന്നു. അങ്ങനെ ഇനിയൊരു 3-4 ചിത്രങ്ങളൂടെ വരും. അതോടെ ചേർക്കുമ്പോൾ ഒരു 220 സിനിമയോളം മലയാള സിനിമകൾ റിലീസ് ചെയ്യും. അതിൽ വിജയിച്ചത് എത്രയാണ്? വിജയ ശതമാനം വളരെ കുറവാണ്. ഒരു 4-5 ചിത്രങ്ങളാണ് വലിയ സൂപ്പർ ഹിറ്റായിട്ട്, അതായത് തിയേറ്ററിൽ 10 കോടിക്ക് മേളിലും, അതായത് മുടക്കു മുതലിന് മേളിൽ തിയേറ്ററിൽ നിന്ന് കളക്ട് ചെയ്തു. ബാക്കിയുള്ളതെല്ലാം കൂടെ RDX, അങ്ങനെ 2018 രോമാഞ്ചം, പിന്നെ കണ്ണൂർ സ്ക്വാഡ്, അങ്ങനെ തുടങ്ങി കുറേ 1-2 ചിത്രങ്ങളുണ്ട്. അപ്പോൾ ഇത് കൂടാതെ ഒരു 20ഓളം ചിത്രങ്ങൾ മുടക്ക് മുതൽ തിരിച്ച് കിട്ടിയതുണ്ട്. പിന്നെ ഈ 20 തന്നെ കുറേ എണ്ണം ഹിറ്റാണ്. കാര്യം എന്ന് വെച്ചാൽ എല്ലാം കൂടെ വരുമ്പോൾ ലാഭം വന്നതാണ്. ഭൂരിഭാഗം ചിത്രങ്ങളും പരാജയപ്പെട്ടു. ഭൂരിഭാഗം ചിത്രങ്ങൾ എത്ര കോടിയുടെ നഷ്ടമാണ് ഈ മേഖലയിൽ ഇപ്പം നമുക്ക് എക്സാക്റ്റായിട്ട് കണക്കാക്കാനായിട്ട് മാർഗ്ഗമില്ല. 300 കോടിക്ക് മേളിൽ നഷ്ടം ഉണ്ടാവും. ഒരു ആവറേജ് കണക്കെടുത്താൽ 300 കോടിക്ക് മേളിലുള്ള നഷ്ടം മുടക്കം മുതൽ പോയിട്ടുണ്ടാവും. അതിപ്പോൾ ഈ അടുത്തിടെയായിട്ട് OTT പ്ലാറ്റ്ഫോം കണ്ണുവെച്ച് സിനിമ എടുക്കുന്നവരുണ്ടല്ലോ, അവരും കണിയിപ്പെട്ടോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാര്യം എല്ലാ വർഷവും ഇത് ഇങ്ങനെ കൂടി വരുന്നുണ്ട്. OTT കിട്ടുമെന്ന് പറഞ്ഞെടുത്ത ഒരുപാട് ചിത്രങ്ങൾ ഇതിലുണ്ട്, ഉണ്ടെന്ന് തന്നെ പറയാം. അത് പക്ഷേ OTTയിൽ നിന്ന് ശരിക്കും ലാഭം കിട്ടുന്നുണ്ടോ ആൾക്കാർക്ക്? ലാഭമല്ല, OTT ഒരു ഘട്ടത്തിൽ കൊറോണ സമയത്താണ് അവരൊന്ന് ഇത് ചെയ്ത് അവർ കുറേ പടങ്ങളെടുത്തു, ഇരുന്ന സിനിമകളെല്ലാം വാങ്ങി, അങ്ങനെ കുറേ ആളുകൾക്ക് കാശം കിട്ടി. അത് ശരിയാണ്. പക്ഷേ അത് കഴിഞ്ഞ് അവർ പതുക്കെ അത് കുറച്ചു, വില കുറച്ചു, എടുക്കാതായി. ഇപ്പോൾ അവർ വലിയ പടങ്ങളും ഓടിച്ച് തിയേറ്ററിൽ നന്നായിട്ട് ഓടുന്ന പടങ്ങൾ മാത്രമേ എടുക്കുന്നുള്ളൂ. അവർ കമ്മീഷൻ ചെയ്തും സിനിമ നിർമ്മിക്കുന്നില്ല, അവർ തന്നെ അത് വെബ് സീരീസ് എന്ന് പറഞ്ഞാൽ അവർ ചെയ്യുന്നു. അത് മാത്രമേ അതേ ഉള്ളൂ. ഇപ്പോൾ വിജയിച്ച സിനിമയുടെ കാര്യത്തിലേക്ക് വന്നത് ഇപ്പോൾ 2018 ഇതിന് രോമാഞ്ചമാണെങ്കിലും അതിൽ കണ്ണൂർ സ്ക്വാഡ് ഒഴികെ എല്ലാം താരനിബിഡം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റില്ല. അങ്ങനെ താരങ്ങൾ വേണമെന്നുണ്ടോ ചിത്രം വിജയിക്കാൻ? എൻ്റെ ഒരു ഇതിൽ വളരെ റെയറായിട്ട് മാത്രമേ താരങ്ങളില്ലാത്ത ചിത്രങ്ങൾ വിജയിക്കുന്നുള്ളൂ. നമുക്ക് കോസ്റ്റ് കുറച്ച് സിനിമ എടുക്കണമെന്നാണ് ആഗ്രഹം. താരങ്ങൾക്ക് ഒരുപാട് പൈസ കൊടുത്ത് സിനിമ എടുക്കാതിരിക്കാൻ താല്പര്യമുണ്ട്. പക്ഷേ താരങ്ങളുള്ള പടങ്ങളാണ് തിയേറ്ററിലേക്ക് ആൾ കൂടുതലായിട്ട് വരാനായിട്ടുള്ള സാധ്യത കാണുന്നത്. അതിനപ്പുറം ഇല്ലെങ്കിൽ ഒരു വർഷം നമ്മളെടുത്ത് നോക്കിയാൽ അറിയാം, താരങ്ങളില്ലാത്ത നല്ല പടങ്ങൾ വളരെ കുറച്ചേ ഓടുന്നുള്ളൂ. 2018 ഇപ്പം ടൊവിനോ ഒക്കെ ഉണ്ടെങ്കിലും വലിയൊരു സ്റ്റാർ ഉണ്ണിമുകുന്ദൻ അതല്ല, അത് അങ്ങനെ ഒരു പടമായിട്ട് ഓടി. അങ്ങനെ ഇല്ലാത്ത ചില പടങ്ങൾ ഓടുന്നു. രോമാഞ്ചം എന്ന് പറയുന്ന സിനിമയിൽ അതിൽ ആരുമില്ല. അതിനകത്തുള്ളവരും യങ്സ്റ്റേഴ്സിനിടയിൽ നല്ല പോപ്പുലറായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെയാണ്. പിന്നെ ഒരു യങ്സ്റ്റേഴ്സിൻ്റെ മാത്രം ഒരു സിനിമയായിട്ട് വന്നു. അങ്ങനെ അത് എല്ലാവരും ഇപ്പോൾ ഒരു സിനിമ കൊള്ളാമെന്ന് പറഞ്ഞാൽ എല്ലാവരും കാണും, ഭയങ്കര ഹിറ്റാണ് തിയേറ്ററിൽ. അല്ലാതെ ഒരു ആവറേജ് ഇപ്പോൾ ഞാൻ പറഞ്ഞ് പൊളിഞ്ഞുപോയി എന്ന് പറയുന്ന സിനിമകളിൽ വളരെ നല്ല സിനിമകളുണ്ട്. അതൊന്നും കാണാൻ ഇപ്പോൾ ആളുകളില്ല. ഫീൽ ഗുഡ് സിനിമകൾ കാണാനില്ല ആളില്ല, ഫാമിലി സബ്ജക്റ്റ് കാണാൻ ആളില്ല. അങ്ങനെയൊക്കെയുള്ളതാണ് സ്ഥിതി. സിനിമയുടെ ഫോർമുല എല്ലാ കാലത്തും സിനിമയുടെ ഫോർമുല പല രീതിയിൽ മറിഞ്ഞും തിരിഞ്ഞും
ഒരു പ്രമേയത്തിൽ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും. അതെ. പക്ഷെ അതിൽ ഇപ്പൊ എന്തെങ്കിലും മാറ്റം വന്നു, അതൊരു എന്താ പറയുന്നത്, ആൾക്കാരെ ആകർഷിക്കുന്ന സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ബിഗ് ബഡ്ജറ്റ് കുറേ അടിയും പിടിയൊക്കെ ഉള്ള സിനിമകൾക്കാണ് കൂടെ എനിക്ക് തോന്നുന്നത് യങ്സ്റ്റേഴ്സാണ് ഇപ്പോൾ കൂടുതലായിട്ട് സിനിമയ്ക്ക് വരുന്നത് എന്നുള്ളത് കൊണ്ടാകും ആകണം. തിയേറ്ററിൽ വരുന്ന വിജയം അതായിരിക്കും. അതായിരിക്കണം. അത് നല്ല കഥയുള്ള സിനിമയാണ്, വെറും അടിപ്പണമെന്നല്ല അല്ലേ ഉദ്ദേശിച്ചത്. സൂപ്പർ സ്റ്റാറുകളുടെ കാലം കഴിഞ്ഞോ? ഒരിക്കലും ഇല്ല, ഒരിക്കലും ഉണ്ടെന്ന് കാര്യം. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഇറങ്ങിയ നേരെന്ന് പറഞ്ഞ സിനിമയ്ക്ക് ഞാൻ ഇന്നലെ ഒരു നിർമ്മാതാവും അസോസിയേഷൻ്റെ ആളും ഒക്കെ ആയിട്ട് ഞാൻ 2-3 സ്ഥലത്ത് വിളിച്ചും കൊണ്ടൊരു സീറ്റ് കിട്ടാനില്ലായിരുന്നു. അതാണ് സ്ഥിതി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതുപോലെ തന്നെ ഒരു ക്ലാസ് മൂവിയായിരുന്നു മറ്റേ കാതൽ എന്ന് പറഞ്ഞ സിനിമ. അതുപോലെ ഞാൻ ഒരു ഷോയ്ക്ക് പടം കൊള്ളാമെന്ന് അറിഞ്ഞ് വിളിച്ച് ചോദിച്ചപ്പോൾ അന്ന് ടിക്കറ്റ് ഇല്ല, പിറ്റേ ദിവസമേ കാണാൻ പറ്റുള്ളൂ. പക്ഷേ നല്ല സിനിമയ്ക്ക് നല്ല കഥയാണെങ്കിലല്ലേ ആ സിനിമ നല്ല രീതിയിൽ. തീർച്ചയായിട്ടും നല്ല കഥ വേണമെന്ന് തന്നെയാണ്. നല്ല കഥ. അതെ, നല്ല കഥ ആണെങ്കിൽ തന്നെയും ചില സിനിമകൾ നല്ല കഥയായത് എല്ലാവരും കണ്ട് നല്ല കഥയാണ്, നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ പടം വലിയ കളക്ഷൻ നേടുന്നില്ല. അങ്ങനെയും വന്നിട്ടുണ്ട്. എന്നല്ല, നല്ല കഥയാണെങ്കിലും പക്ഷേ നല്ല മേക്കിംഗ് ആയിരിക്കണം. പുതിയ രീതിയിലുള്ള. അതെ, അല്ല, സ്റ്റാർസിനും അതിൻ്റെതായ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഇപ്പം തന്നെ OTT-യിൽ ഇപ്പോൾ വെബ് സീരീസ് അല്ലെങ്കിൽ ടെലിഫിലിം ഇതൊക്കെ മലയാളത്തിൽ വരുന്നു. അത് സിനിമ ഇൻഡസ്ട്രിയെ ബാധിക്കുമോ? അത് ബാധിക്കുമെന്ന് ചോദിച്ചാൽ അത് ഈ തൽക്കാലം എന്തായാലും ഒന്നും ബാധിച്ചിട്ടില്ല. രണ്ട് വഴിക്ക് തന്നെ പോകുന്നുണ്ട്. പിന്നെ സിനിമ കൊള്ളാമെന്ന് പറഞ്ഞാൽ അത് അത്ഭുതകരമായ ജനപ്രവാഹം തന്നെ ഉണ്ടാകുന്നുണ്ട് സിനിമയ്ക്ക്. കളക്ഷൻ നല്ല കളക്ഷൻ ആണെന്നുണ്ടെങ്കിൽ പണ്ടത്തെ പോലെ അല്ല. അതുണ്ട്, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ അത് ഏതാനും സിനിമകളെ ഒരു വർഷം അങ്ങനെ ചെയ്യാൻ പറ്റുന്നുള്ളൂ എന്നുള്ളതാണ്. കോവിഡിന് ശേഷം തിയേറ്ററുകളിലേക്ക് ആളുകൾ വരുന്നതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അതോ ആളുകൾ വരുന്നില്ല. അതിനെ കാറ്റഗറി ഒന്ന് മാറിയിട്ടുണ്ട്. ഫാമിലി, പക്ഷെ എന്നാലും തീരെ ഫാമിലി ഒന്നും വരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു മറ്റേ എനിക്കൊന്ന് ഈ കോസ്റ്റും എല്ലാം കൂടെ ഇപ്പോഴത്തെ ലിവിങ് എക്സ്പെൻസസ് ഒക്കെ കൂടുതലുകൊണ്ടായിരിക്കും എല്ലാ സിനിമയ്ക്കും പോകുന്നവർ കുറവാണ്. ഇപ്പോൾ തിയേറ്ററുകളുടെ ചാർജും വലിയൊരു ഘടകമല്ലേ? അതെ, ചാർജിനുപരി മറ്റ് ചിലവുകൾ ഭയങ്കര കൂടുതൽ. പണ്ടാണ് നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് പോകുമ്പോൾ വളരെ ചെറിയ ചിലവല്ലേ ഉള്ളായിരുന്നു, കപ്പലണ്ടി അങ്ങനെ ഇങ്ങനെയൊക്കെ. ഇപ്പം അതല്ലല്ലോ. പോപ്കോൺ ടിക്കറ്റിനേക്കാൾ കൂടുതൽ ഫുഡിന് ചിലവാകും. ഫുഡ് കോർട്ട് തന്നെ തിയേറ്ററുണ്ട്. മൊത്തത്തിലൊരു അതുകൊണ്ട് ബിസിനസ് നടക്കുന്നുണ്ട്, ഇല്ലാന്നല്ല. ആ ഫുഡിൻ്റെ ബിസിനസ് അല്ല, ചില അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. അതിനുവേണ്ടി പിള്ളേർ തിയേറ്ററിൽ വരുന്നുണ്ട്. ഒരു മിഡിൽ ക്ലാസ് ഫാമിലിക്ക് അഫോർഡ് ചെയ്യാൻ അത്ര എളുപ്പമല്ലാതായി മാറി. അതെ, അതും ഒരു ഘടകമാണ്. അവർ സ്വാഭാവികമായിട്ടും ഈ വീട്ടിലിരുന്ന് കാണാവുന്ന OTT ആശ്രയിക്കില്ലേ? OTT ഒരു ഘട്ടത്തിൽ ഒരു കോവിഡ് കഴിഞ്ഞ സമയത്ത് എല്ലാവരും OTT കാണുന്നവരായിരുന്നു. ഇപ്പം എനിക്കിപ്പോൾ താങ്കൾ എടുത്താൽ തന്നെ അറിയാം, കുറവായിരിക്കും. നമ്മൾ ഒരു സംസാരിച്ച് പറഞ്ഞു OTT കാണുന്ന ആളുകൾ കുറഞ്ഞു നന്നായിട്ട്. വീടിന്റെ ഒരു കംഫർട്ടിനുള്ളിൽ ഇരുന്ന് ഈ സിനിമ കാണാമെന്നുള്ള അത് വല്ല പ്രധാനപ്പെട്ട ഘടകങ്ങളെ. മറ്റേത് എല്ലാ സിനിമകളും OTT വരുന്ന സിനിമകളെല്ലാം കാണുകയല്ല, ആ സ്ഥിതി മാറിയിട്ടുണ്ട്. തിയേറ്ററിൽ ഇപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞ് ഞാൻ തിയേറ്ററിൽ ഇപ്പോൾ അപൂർവമായിട്ടേ പോകാറുണ്ട്. മറിച്ച് വീട്ടിൽ എനിക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണെങ്കിൽ കുറേ സമയം പൂർണ്ണമായിട്ട് കാണണമെന്നില്ല, ഇന്ന് കുറച്ച് കണ്ട് നാളെ കുറച്ച് കാണാം. ആ ഒരു അഡ്വാൻറ്റേജ് OTT പ്രേക്ഷകർക്ക് കൊടുത്തു. അതുണ്ടായി ഇതിനിടയിൽ സമയത്ത് ആ സാധനം ഉണ്ടായിരുന്നു. പക്ഷെ അത് അങ്ങനെ ഒരു സിനിമ കാണുന്നത് ഒരു ഫിലിം പ്രൊഡ്യൂസറെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഫിലിം മേക്കറെ ഡയറക്ടറെയൊക്കെ സംബന്ധിച്ച് അവർക്കൊരു വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമായിരിക്കും. ആ സിനിമ ഒറ്റയടിക്ക് കണ്ടാലേ അതിൻ്റെതായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. തിയേറ്ററിൽ കണ്ടാലേ തീർച്ചയായിട്ടും. കാര്യം ഇപ്പോൾ പണ്ടത്തെ പോലെ അല്ല, മറ്റ് സൗണ്ടിനും മറ്റ് കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഭയങ്കരമായി പൈസ മുടക്കിയാണ് ചെയ്യുന്നത്, ഗ്രാഫിക്സ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് കറക്റ്റായിട്ട് ആസ്വദിക്കണമെങ്കിൽ തിയേറ്ററിൽ പോയി തന്നെയാണ് ചെയ്യുന്നത്. ഒരു സിനിമ പോലും ചെറിയ ലെവലിൽ ഒരു തട്ടിക്കൂട്ട് സിനിമകൾ വളരെ കുറവാണ്, അങ്ങനെ ഇല്ല. സിനിമയുടെ നിർമ്മാണ ചെലവ് കൂടിയോ കുറഞ്ഞോ? നന്നായിട്ട് കൂടി. ഒരു ലോ ബഡ്ജറ്റ് സിനിമ എന്ന് പറഞ്ഞാൽ ഒരു ശരാശരി എത്ര രൂപ വേണ്ടി വരും? അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. നിർമ്മാണ ചെലവ് വളരെ കൂടിയിട്ടുണ്ട്. അതായത് ടെക്നീഷ്യൻസിന് നല്ല പേയ്മെൻറ്റ് കൊടുക്കണം, ആർട്ടിസ്റ്റുകൾ പൈസ കൂട്ടിയിട്ടെന്ന് പറഞ്ഞാൽ മിക്കവാറും ദിവസങ്ങളിൽ ഒരു പടം കഴിഞ്ഞ് അടുത്ത പടം എന്ന് പറയുമ്പോൾ വ്യത്യാസം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അത് കൂടിയിട്ടുണ്ട്. ഇപ്പം നിർമ്മാതാക്കളുടെ സംഘടനയും പല കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം. അത് എന്തെങ്കിലും നടക്കൂ? അത് അവരോട് ആവശ്യപ്പെടാനല്ലേ പറ്റുമോ? നമുക്കിപ്പോൾ അവരല്ലേ തീരുമാനിക്കുന്നത് എന്ത് വേണമെന്നുള്ള. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൊഡ്യൂസേഴ്സ് കുറയുന്നില്ല. അതാണ് ഇതിൻ്റെ ഏറ്റവും പുതിയ പ്രൊഡ്യൂസേഴ്സ് വരികയാണ്. ഇപ്പം ഞാൻ ഒരാളോട് എനിക്ക് ഇത്ര രൂപയെ തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അയാൾ വേണ്ട എന്ന് പറഞ്ഞാൽ അയാൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നില്ല. അയാൾ വെറുതെ ഇരുന്നാൽ മാത്രമേ അയാൾ അയ്യോ ഞാനിനി ജോലി ഇല്ലാതാവുമല്ലോ, അതുകൊണ്ട് കുറയ്ക്കാമെന്ന് വിചാരിക്കും.
ആ സ്ഥിതി വന്നിട്ടില്ല, വരാൻ സാധ്യതയുണ്ട്. സിനിമയുടെ ആകർഷണ വലയത്തിലേക്ക് ചിത്രശലഭങ്ങളെ പോലെ വന്നു വീഴുന്ന നിർമ്മാതാക്കളുണ്ട്. ഉണ്ട്, ഇഷ്ടം പോലെ ഒരുപാട് പൈസ നഷ്ടപ്പെടുത്തിയോ? ഉണ്ട്, നഷ്ടപ്പെടുത്തി. അതാണല്ലോ ഈ കൂടുതൽ 200 സിനിമകളൊക്കെ ഉണ്ടാകുന്നത്. നമ്മൾ പുതിയതായി വരുന്ന ആൾക്കാരോട് നമുക്കൊരു പ്രോജക്റ്റ് കാണുമ്പോൾ അതിനകത്ത് ചില ആൾക്കാർ പറയും വർഷങ്ങളായിട്ട് എനിക്കറിയാവുന്ന പയ്യനാണ്, നല്ല മിടുക്കൻ ഡയറക്ടറാണ്, വർക്ക് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആൾ 1-2 പടങ്ങളൊക്കെ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നോ, അവനാണ് ഡയറക്ടർ എന്ന് പറയും. ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അയാളുടെ പൈസ പോക്കാണെന്ന് പറയും. നമ്മളൊരു ഇൻഡയറക്റ്റായിട്ട് പറയും നിങ്ങൾ ബിസിനസ്സൊക്കെ സൂക്ഷിക്കണം. അല്ലല്ല, ഇത് ഹിറ്റാണ്, ഞാൻ വായിച്ചു എന്നാണ് പറയും. പക്ഷെ നല്ല യുവ സംവിധായകരും വരുന്നില്ലേ? ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഞാൻ പുതിയതായിട്ട് വരുന്നവരെ ഉദ്ദേശിച്ച് മാത്രം പറഞ്ഞല്ല, ചില തട്ടിപ്പ് കേസുകൾ ഇതിനകത്തുണ്ട്, കബളിപ്പിക്കപ്പെടുന്നുണ്ട്. ഉണ്ട്, തീർച്ചയായും നിർമ്മാതാക്കളായിട്ട് വരുന്നവർ. അവർക്ക് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്തെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ? നമ്മൾ നിർദ്ദേശം കൊടുക്കാറുണ്ട്. എല്ലാ പ്രൊഡ്യൂസേഴ്സുമായിട്ടും ഫിലിം ചേംബറിലായാലും നമ്മളായാലും സംസാരിക്കാറുണ്ട്. അതിൻ്റെ ബിസിനസ് സാധ്യതകളെക്കുറിച്ച് അവരോട് പറയാറുണ്ട്. കാര്യം നേരത്തെ പണ്ടത്തെ പോലെ സാറ്റലൈറ്റ് OTT ഒക്കെ പോകാൻ ഇതാണ്, ബുദ്ധിമുട്ടാണ്. എല്ലാം അവരെ എഡ്യൂക്കേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുള്ള എല്ലാ സഹായം ചെയ്യുന്നുണ്ട്. ഏത് പ്രൊഡ്യൂസർ ഏത് സമയത്ത് വിളിച്ചാലും അസോസിയേഷൻ പിന്നെ എല്ലാ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ക്രിയേറ്റീവായിട്ടുള്ള നിർമ്മാതാക്കളുടെ കാലം കഴിഞ്ഞു. ഉദാഹരണത്തിന് ഇപ്പോൾ മെരിലാൻ സുബ്രഹ്മണ്യം അല്ലെങ്കിൽ കുഞ്ചാക്കോ, ഇവരെ ഉദയ സ്റ്റുഡിയോ, ഇങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ നവോദയ അപ്പച്ചൻ, അന്നേരം അവർ ഡിക്റ്റേറ്റ് ചെയ്തിരുന്ന ഒരു കാലം സിനിമയ്ക്കുണ്ടായിരുന്നു. പക്ഷേ അത് മാറി താരങ്ങൾ അവരുടെ അതീശത്വത്തിലേക്ക് വന്നു. ഇപ്പോൾ അത് മാറി താരങ്ങൾ തന്നെ സിനിമ നിർമ്മിക്കുന്നു. അതെ, ഇതെങ്ങനെ നിർമ്മാതാക്കളെ ബാധിക്കും? ശരിക്കുള്ള നിർമ്മാതാക്കൾ അല്ല, അത് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. ചിലർ നല്ല മിക്കവാറും സിനിമകളെല്ലാം അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെയൊക്കെയുള്ള ചില 1-2 താരങ്ങൾ മിക്കവാറും എല്ലാ സിനിമകളും അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന നിലയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അത് ഒരു നല്ല കാര്യമല്ല, നിർമ്മാതാക്കളെ ബാധിക്കുന്നു. ഇപ്പം മമ്മൂട്ടി മോഹൻലാലും സിനിമ നിർമ്മിക്കുകയാണ്. അവർ വെളിയിൽ പടം ചെയ്യുന്നുണ്ട്, മറ്റുള്ളവരുടെ പടങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. അത് അല്ലാതെ ഇപ്പം തന്നെ ചില പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ചില നടന്മാർ അവരുടെ ഒരു ഫോക്കസ്, അല്ലെ അവർക്ക് ഇഷ്ടപ്പെട്ട ക്യാമറാമാൻ, അല്ലെ അവർക്ക് ഇഷ്ടപ്പെട്ട തിരക്കഥാകൃത്ത്, അവർക്ക് ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റ്, ഇവരെ എല്ലാം വെച്ച് ഒരു ടീമായിട്ട് നിൽക്കുന്നു. വേറെ ആർക്കും അവസരങ്ങൾ പോലും കൊടുക്കുന്നില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവാം, പക്ഷെ അതൊക്കെ കുറവാണ്. കാര്യം നമ്മളെയൊക്കെ സംബന്ധിച്ച് അങ്ങനെ ഒരു വലിയ ഇതായിട്ട് കേട്ടിട്ടില്ല. ഉണ്ട്, ഇല്ലയെന്ന് ഞാൻ നിഷേധിക്കുന്നില്ല, ഉണ്ട്. എന്നാൽ അതൊരു മുഴുവനായിട്ട് അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ അല്ല. പിന്നെ ഒരു ഡയറക്ടറെ സംബന്ധിച്ചിടത്തോളം കംഫർട്ടായിട്ടൊരു ക്യാമറാമാനായിരിക്കും നല്ലത്. നമ്മൾ സ്ട്രെയിഞ്ചായിട്ട് ഒരാളെ വെച്ച് കൊടുത്താലൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഒരാളും സ്ഥിരമായ ഒരു ക്യാമറാമാനെ വെച്ചുകൊണ്ടൊക്കെ നടക്കുന്നത് വളരെ വിരളമായിട്ട് ഉണ്ടാവുള്ളൂ. പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരു സിനിമ എടുത്ത് അതിൽ പരാജയപ്പെട്ടാൽ, ബോക്സ് ഓഫീസിൽ ഹിറ്റായില്ലെങ്കിൽ പ്രേം നസീറിനെ പോലുള്ള നടന്മാർ ആ നിർമ്മാതാവിനെ വിളിച്ച് ആ നഷ്ടം പരിഹരിക്കാൻ വേണ്ടി ഉടൻ തന്നെ അടുത്ത സിനിമയുടെ ഒരു കാൾ ഷീറ്റ് കൊടുക്കും. നസീറിനെ പോലെ അങ്ങനെയൊക്കെ പെരുമാറുന്ന നടന്മാർ ഇപ്പോഴുണ്ടോ? പണ്ട് പോലെ ഇങ്ങനെ കേൾക്കുന്നതാണ് സാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അനുഭവപ്പെടുന്നില്ല. അനുഭവപ്പെടാറില്ല. എന്നാലും ആരും അത്ര വലിയ നമ്മളൊരു പടം പൊളിഞ്ഞു പോയി നിഷേധാത്മകമായിട്ടുള്ളൊരു പെരുമാറ്റമൊന്നും ഉണ്ടാവാറില്ല. എന്തായാലും ഇപ്പം അന്നത്തെ പോലെ ചെറിയൊരു അഡ്ജസ്റ്റ്മെൻറ്റിലൊന്നും ചെയ്യാൻ പറ്റുന്നതല്ല സിനിമ. കോടികളുടെ ബിസിനസ്സാണ്. ഇപ്പൊ രാകേഷ് തന്നെ ഒരുപാട് സിനിമകൾ എടുത്തിട്ടുണ്ട്. അതിലെ ഒരു സ്വയം എങ്ങനെ കുറെ എണ്ണം ഹിറ്റായിരുന്നു, കുറെ എണ്ണം സാമ്പത്തികമായിട്ട് പരാജയപ്പെട്ട്. മൊത്തത്തിൽ നോക്കുമ്പോൾ കൈ പൊള്ളിയിട്ടുണ്ടോ? മൊത്തത്തിൽ കൈ പൊള്ളിയിട്ടൊക്കെ ഉണ്ട്. എന്നാലും ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നു എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ എല്ലാവർക്കും അത് പറ്റാറില്ല. ഇല്ല, അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇതിന്റെ ഒരു ചില പടത്തിൽ നഷ്ടം വരുന്നുണ്ട്, അത് ഇതിന്നുണ്ട്, അടുത്ത പ്രോജക്റ്റ് പ്ലാൻ ചെയ്യുന്നു, അതിൽ നിന്നൊക്കെ മാനേജ് ചെയ്തൊക്കെ പോകാറുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ ചലച്ചിത്ര വ്യവസായം എന്നാണല്ലോ പറയുന്നത്. വലിയ കോടികൾ ഒഴുകുന്ന അല്ലെങ്കിൽ റോൾ ചെയ്യപ്പെടുന്ന ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. പക്ഷെ അതിനെ താങ്ങി നിർത്തേണ്ട ഉത്തരവാദിത്വം എല്ലാവർക്കും ഇല്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും. അതിൽ ആരെങ്കിലും ഭാഗത്ത് ഇപ്പം നിർമ്മാതാക്കളാണ് ഇതിൻ്റെ പ്രധാന ആൾക്കാർ, അൺസങ് ഹീറോസ് എന്ന് പറയുന്നത്. ഒരിക്കലും അവരുടെ പേര് വളരെ അപൂർവം മാത്രമേ വെളിയിൽ വരാറുള്ളൂ. പക്ഷേ ഏറ്റവും ചവിട്ടി മെതിക്കപ്പെടുന്ന ഒരു വിഭാഗമായി നിർമ്മാതാക്കൾ മാറിയിട്ടുണ്ട്. കാര്യം നിർമ്മാതാക്കൾ ആണ് ഒരു സിനിമ പൂർത്തീകരിച്ച് പുറത്തിറങ്ങുമ്പോൾ എല്ലാവരുടെയും പൈസ കൊടുക്കണം, എല്ലാ കാര്യങ്ങളും തീർക്കണം. അത് നിർമ്മാതാവ് എവിടെയെന്തെങ്കിലും കണ്ടെത്തി കൊടുത്താലേ പറ്റുള്ളൂ. അല്ലാതെ ആ സിനിമ ഇറങ്ങില്ല. അല്ലെങ്കിൽ ആരെങ്കിലും സ്ഥിരമായി സിനിമ ചെയ്യുന്നവരാണെങ്കിൽ ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾ ആർട്ടിസ്റ്റുകളൊക്കെ പിന്നെ പൈസ വാങ്ങിക്കാറൊക്കെ ഉണ്ട്, ഇല്ലയെന്നല്ല. എനിക്കും അങ്ങനെ സഹായങ്ങൾ ചെയ്തു തന്നവരുണ്ട്, റിലീസിന് ശേഷം കാശ് കൊടുത്തവരുണ്ട്, എല്ലാം അങ്ങനെയൊക്കെ ഉണ്ട്. അത് കുറച്ച്, വളരെ കുറച്ച്. എന്നുവെച്ചാൽ സ്ഥിരമായി സിനിമ ചെയ്യുന്ന ഇവൻ ഇട്ടിട്ട് പോകില്ല, നാളെ അടുത്ത് പടം ചെയ്യും എന്ന് ഉറപ്പുള്ള ആൾക്കാരും പിന്നെ ബന്ധത്തിൻ്റെ പേരിലുമാണ് ചെയ്യുന്നത്. നിർമ്മിക്കപ്പെട്ട ഒരുപാട് സിനിമകൾ പെട്ടിയിലിരിപ്പില്ലേ പുറത്തിറങ്ങാതെ? കുറേ ഉണ്ടാവും. അത് തീർച്ചയായിട്ടും ഉണ്ടാവും അതിനകത്ത്.
അത് അവസരത്തിൽ അങ്ങനെ സിനിമ എടുത്ത് നിർമ്മിച്ച് കുത്തുവാള എടുത്ത ആൾക്കാരും ഉണ്ട്. ഒരുപാടുണ്ട്. ഇത് ഇപ്പം നമ്മൾ തന്നെ പറയുന്നത് 220 സിനിമ ഇറങ്ങി, 22 സിനിമ ബ്രേക്ക് ഇവനും തട്ടിമുട്ടി അല്ലെങ്കിൽ വലിയ കുഴപ്പമില്ല, അഫോർഡബിൾ ആയിട്ടുള്ള നഷ്ടം വന്ന എല്ലാം കൂടെ ഒരു 10-30 സിനിമ കാണുമായിരിക്കും, ഒരു വലിയ ലോസ് ഇല്ലാതെ പോയതും എല്ലാം കൂടെ. ബാക്കിയുള്ളതൊക്കെ മുഴുവൻ പൈസയും പോയതാണ്. അതെ, ഒരു രൂപ പോലും കളക്ട് ചെയ്യാത്ത സിനിമകളുണ്ട്. അതായത് ഇപ്പോൾ സിനിമ പൂർത്തീകരിച്ച് റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അന്ന് വലിയ ചിലവില്ല. 10-12 അല്ലെങ്കിൽ 16 പ്രിൻ്റ് എടുക്കുക, 50,000 രൂപ വെച്ച്, അതിൻ്റെയൊക്കെ ചിലവും ചെറിയ പോസ്റ്ററിൻ്റെ ചിലവൊക്കെ ഉള്ളൂ. ഇപ്പോൾ ഒരു സിനിമ റിലീസ് ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ ചിലവാണ്. ഡിജിറ്റൽ മീഡിയത്തിലേക്ക് മാറിയിട്ട് തീർച്ചയായിട്ടും ഡിജിറ്റൽ മീഡിയത്തിലോട്ട് മാറിയതോടെ ഈ കോർപ്പറേറ്റ്സ് വന്നിട്ട് പ്രൊഡ്യൂസേഴ്സിനെ കൊള്ളയടിക്കാൻ തുടങ്ങി. കാര്യം ഞങ്ങൾ പ്രിൻ്റ് മാറി ഡിജിറ്റലായപ്പോൾ ചെറിയൊരു പൈസയ്ക്ക് എല്ലായിടത്തും റിലീസ് ചെയ്യാൻ വളരെ സന്തോഷത്തോടെ ഇരുന്നതാണ്. അത് കൂട്ടി വലിയ തുകയാക്കി മാറ്റി. 21 രൂപ 22 രൂപയൊക്കെയാണ് ഒരു തിയേറ്ററിൽ ഒരാഴ്ച കളിക്കുന്നതിനായിട്ട് മേടിക്കുന്നത്. അപ്പോൾ അതിന് പകരമായിട്ട് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഇതിൻ്റെ ഇത് കൊള്ള തടയാൻ വേണ്ടി സ്വന്തമായി മാസ്റ്ററിങ് യൂണിറ്റ് തുടങ്ങി. അതാണ് ഇപ്പോൾ ഇവിടെ ഒരുപാട് തിയേറ്ററുകളിൽ കളിക്കുന്നത്. 10-60 തിയേറ്ററുകളോളം ആയിട്ടുണ്ട് ഇപ്പോൾ. തിരുവനന്തപുരത്ത് തന്നെ കൈരളി ശ്രീ, അങ്ങനെയുള്ള കുറേ ആർടെക് മോൾ, ഇവിടെ എല്ലാം നമ്മുടെ കണ്ടൻ്റാണ് പ്ലേ ചെയ്യുന്നത്. അന്നേരം ഈ ഡിജിറ്റൽ ആയതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഇല്ല, പൊതുവെ കുറവാണ്. അപ്പം നമ്മുടെ ഈ കണ്ടന്റ് പ്ലേ ചെയ്യുമ്പോൾ ഒരു 5,500 നമ്മൾ ചാർജ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ലാഭമാണ്. അത് എല്ലായിടത്തും വരാത്തതെന്ന് വെച്ചാൽ ഈ കോർപ്പറേറ്റുകൾ ഈ തിയേറ്ററുകൾക്ക് ഈ പ്രൊജക്ടർ വാടകയ്ക്ക് കൊടുത്തിരിക്കുക. അപ്പോൾ അവർക്ക് ഒരു ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് ഒഴിവായി കിട്ടാൻ വേണ്ടി അവരത് ചെയ്യുന്നു. എന്നിട്ട് ഈ ഞങ്ങളുടെ പൈസ വാങ്ങിച്ചിട്ട് ഇത് നടത്തിക്കൊണ്ട് പോകും. പണ്ട് ഈ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ സിനിമയുടെ ഫിലിമിന് ഭയങ്കര വിലയാണല്ലോ. അതെ, ഒരുപാട് അടി ഷൂട്ട് ചെയ്ത് വെറുതെ കളയേണ്ടി വന്നിട്ടുണ്ട്. ചില നടന്മാർക്ക് തന്നെ റീഷൂട്ട് വേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ആ ഒരു പ്രശ്നമില്ലല്ലോ. ഇല്ല, ഇപ്പൊ അങ്ങനെ ഒരു ഡിജിറ്റലിൽ എത്ര അത് കുഴപ്പമില്ല. അതുകൊണ്ട് ഡേയ്സ് കൂടും. ഇപ്പം എല്ലാവരും വളരെ മറ്റേ റിഹേഴ്സലൊക്കെ നോക്കി കറക്റ്റ് ഷൂട്ട് ചെയ്യലായിരുന്നു. ഇപ്പം അങ്ങനെ ചെയ്താൽ ഡേയ്സ് കൂടുമെന്നേ ഉള്ളൂ. ആ ഒരു മേഖലയൊക്കെ പണ്ടങ്ങും ഇല്ലാത്ത രീതിയിൽ ഇപ്പം അസോസിയേഷനുകളുടെ ഒരു എന്താ പറയുക വലിയൊരു ബാഹുല്യം ഈ മേഖലയെ തളർത്തുന്നു എന്ന് പറയുന്നവരുമുണ്ട്. അങ്ങനെയില്ല, നേരത്തെ ഉള്ള അസോസിയേഷൻ ഉള്ളത് കൊണ്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതായത് എല്ലാ സൈഡിൽ നിന്നും ഇപ്പം നമ്മുടെ പ്രൊഡ്യൂസർമാർ ആരെങ്കിലും ഒരു പടം ചെയ്യുമ്പോൾ അത് ഇടയ്ക്ക് വെച്ച് നിർത്തുക അല്ലെങ്കിൽ വലിയ ബഹളം ഉണ്ടാക്കിയുണ്ടെങ്കിൽ ഞങ്ങളത് ചോദ്യം ചെയ്യാറുണ്ട്. അത് അതിന് ടെക്നീഷ്യനാണെങ്കിൽ ഫെഫ്കയായിട്ട് സംസാരിക്കാറുണ്ട്, ആർട്ടിസ്റ്റാണെങ്കിൽ അമ്മയായിട്ട് സംസാരിക്കാറുണ്ട്, സൗഹാർദ്ദപരമായിട്ട് തീരാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ പേയ്മെൻറ്റ് നമ്മുടെ പ്രൊഡ്യൂസർമാരായാലും കൊടുക്കാനുണ്ടെങ്കിൽ അവരുടെ പരാതി വന്നാൽ വാങ്ങി കൊടുക്കാറുണ്ട്. ഇത് വർഷങ്ങളായിട്ട് കൃത്യമായി നടക്കുകയും വളരെ സൗഹാർദ്ദപരമായി പോവുകയും ഇപ്പോൾ അടുത്ത കുറേ കാലങ്ങളായിട്ട് സംഘടനകൾ തമ്മിൽ വഴക്കോ ഒന്നുമില്ല, എല്ലാവരും വളരെ കൃത്യമായിട്ട് നടന്നു. ഈ വണ്ടിച്ചക്കുകൾ ഒരുപാട് വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ ചലച്ചിത്ര താരങ്ങളുമുണ്ട്. നിർമ്മാതാക്കൾ വണ്ടിച്ചക്ക് കൊടുത്തിട്ട് പിന്നെ പൈസ അത് ക്യാഷ് ചെയ്യാൻ പറ്റാതായെന്ന്. ആ സാഹചര്യം ഇപ്പോഴും ഉണ്ടോ? ആ സാഹചര്യം ഇപ്പൊ ഇല്ലല്ലോ. ഇപ്പൊ ചെക്കില്ലല്ലോ. ഇല്ല, ഇപ്പൊ ട്രാൻസ്ഫർ ചെയ്യുള്ളൂ, അക്കൗണ്ട് ട്രാൻസ്ഫർ മാത്രം. അതുകൊണ്ട് താരങ്ങൾക്ക് പരിപാടി നിന്നു. അഭിനേതാക്കൾക്ക് പൈസ കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്, എല്ലാവർക്കും കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. കിട്ടിയില്ലെങ്കിൽ സംഘടനകൾ ഇടപെട്ട് മേടിച്ചു കൊടുക്കാറുണ്ട്. അപ്പൊ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ, അല്ലെ 10 എന്ന് പറയാൻ പറ്റത്തില്ല, കുറച്ചുകൂടെ മുമ്പ് തൊട്ട് ഇപ്പൊ തിലകന്റെയൊക്കെ കാലം തൊട്ട് നടന്മാർക്കും മറ്റും വിലക്ക് ഏർപ്പെടുത്തി. ഇപ്പൊ കഴിഞ്ഞ ഈ ഒരു വർഷക്കാലത്ത് തന്നെ 2 യുവ നടന്മാരുടെ പേരിൽ വിലക്ക് വന്നു. അവർ തിരക്കഥയിൽ ഇടപെടുന്നു, തിരക്കഥ മാറ്റി എഴുതണമെന്ന് ആവശ്യപ്പെടുന്നു. ഇതിനെക്കുറിച്ചൊക്കെ എന്ത് പറയുന്നു? വിലക്ക് എന്ന് പറയുന്നത് തന്നെ അങ്ങനെ ഒരു വാക്ക് ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല, അത് ശരിയല്ല. അത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരാളെ എങ്ങനെ വെച്ച് അത് നമ്മൾ കൊണ്ടുപോകാൻ പറ്റും? ഒരാൾ സ്ഥിരമായി പ്രശ്നം ഉണ്ടാക്കുന്നു. ഞാൻ ഇവരെ പറ്റിയല്ല പറഞ്ഞത്. സ്ഥിരമായി പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവരെ നമുക്ക് ഒഴിവാക്കുക അല്ലാതെ വേറെ മാർഗ്ഗമില്ല. കാരണം നമ്മൾ പൈസ കൊടുത്ത് ചെയ്യുന്ന സാധനമാണ്. ഒരു ദിവസത്തെ ഷൂട്ടിംഗ് മുടങ്ങിയാൽ 3-4 ലക്ഷം രൂപ മിനിമം, ചെറിയ പടങ്ങളാണെങ്കിൽ നമുക്ക് മാറി കിട്ടുന്നതാണ്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അത് ആരെയും ദ്രോഹിക്കാനോ അവരുടെ റൈറ്റ്സിനകത്ത് കയറി ഇടപെടുന്ന അങ്ങനെ ഹ്യൂമൻ റൈറ്റ്സോ ഒന്നുമല്ല, നിലനിൽപ്പിന് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ. ഇപ്പോൾ ഷെയ്ൻ നിഗം, ശ്രീനാഥ് പാസി എന്നിവരെ പേരിൽ വലിയ വാർത്തകൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ ഓപ്പണായിട്ട് തുറന്നു പറയുകയും അവർക്ക് വിലക്ക് ഏർപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവരൊക്കെ മര്യാദാരാമന്മാരായി മാറിയോ? വിലക്ക് അവരെ ഞങ്ങൾ പടം ചെയ്യുന്നില്ല എന്ന്, ഞങ്ങളുടെ മീൻസ് ഞങ്ങളുടെ അംഗങ്ങൾ, നിർമ്മാതാക്കളായിട്ടുള്ള അംഗങ്ങളായിട്ടുള്ളവർ പടം ചെയ്യുന്നില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത്. പക്ഷെ ഇല്ല, അതെല്ലാം മാറി. അവർ വളരെ മര്യാദക്കാരായി.
വിലക്കുകൊണ്ടല്ല, അവർക്ക് സ്വയം മനസ്സിലായി കാണുമായിരിക്കും. അന്ന് തന്നെ പ്രമുഖ ചലച്ചിത്ര നിർമ്മാതാക്കളും സംവിധായകരിൽ ചിലരും ഒക്കെ പറഞ്ഞു, ഈ കഞ്ചാവിൻ്റെ അല്ലെങ്കിൽ പിന്നെ മയക്കുമരുന്ന് ലഹരിയുടെ ഒരു വലിയ കേന്ദ്രമായി ചലച്ചിത്ര രംഗം മാറി. പോലീസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞു, പോലീസ് അന്വേഷിച്ച ചില കേസുകളും ഉണ്ട്. അതിലൊക്കെ എന്തെങ്കിലും മാറ്റം വന്നോ? ഉണ്ട് എന്ന് ഇല്ലയെന്ന് പറയാൻ, ഇല്ലയെന്ന് വിളിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. ഉണ്ടാകാം. കാര്യം എല്ലാ മേഖലകളിലും ഇതെല്ലാം ഉണ്ട്, എങ്കിലും സിനിമയിലും ഉണ്ട്. അത് കുറേയൊക്കെ നമ്മുടെ വർക്കിനെ അഫക്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ് ഞങ്ങളതിനെ പ്രതികരിച്ചത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? ഇപ്പോൾ അങ്ങനെ ഒരു വലിയ പ്രശ്നം കാണുന്നില്ല. ഈ പ്രശ്നം ഉണ്ടാക്കി എന്ന് പറയുന്ന ആൾക്കാരൊന്നും ഇപ്പം കുഴപ്പക്കാരൊന്നും അല്ല, അവരൊക്കെ നല്ല കൃത്യമായിട്ട് പോകുന്നുണ്ട്. ലഹരി ഉപയോഗിച്ചിട്ട് വരുന്ന ആളിനെ സെറ്റിൽ നിന്ന് പുറത്താക്കൂ. അല്ല, അങ്ങനെ ബോധ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും പുറത്താക്കും, സംശയമൊന്നുമില്ല. പണ്ടൊക്കെ ആണെങ്കിൽ ഇപ്പം നസീറിനെ കുറിച്ച് മാത്രമല്ല പറയുന്നത്, മധു ആണെങ്കിലും അല്ലെങ്കിലുള്ള ഇപ്പം മമ്മൂട്ടി, മോഹൻലാൽ അടക്കമുള്ള താരങ്ങളെല്ലാം കൃത്യസമയത്ത് ഷൂട്ടിംഗ് സെറ്റുകളിൽ വരികയും അവരുടെ ആ ജോലി കൃത്യമായി നിർവഹിക്കുകയും ചെയ്യുന്നവരാണ്. പക്ഷേ പുതിയ തലമുറയിലേക്ക് വന്നപ്പോൾ പലരും വൈകി വരിക, ഒരു നടന് വേണ്ടി കാത്തിരിക്കുന്ന ക്ഷീണിക്കുന്ന കഥകൾ നമ്മൾ ഈ വർഷം തന്നെ കേട്ടിട്ടുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ചില ആൾക്കാർ ലേറ്റായിട്ട് വരുന്നവരുണ്ട്. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ആക്ഷൻ എടുക്കുന്നതൊക്കെ ഈ കൃത്യനിഷ്ഠയില്ലാതെ വരുന്നവരെ പറ്റിയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഒരു പരിധി വരെ മിക്കവാറും ആൾക്കാരെല്ലാവരും കറക്റ്റായിട്ട് വരുന്നവരാണ്. പിന്നെ വളരെ സീനിയേഴ്സ് 1-2 ആൾക്കാർ താമസിച്ച അവർക്ക് അങ്ങനെയാണ് അവരുടെ, അതനുസരിച്ച് ചാർട്ട് ചെയ്ത് പോകാറാണ് പതിവ്. മനഃപൂർവ്വം അല്ലെങ്കിൽ എനിക്ക് സൗകര്യമുള്ളപ്പോൾ വരുമെന്നുള്ള ആറ്റിറ്റ്യൂഡല്ല. അല്ലാതെ കുറേ പ്രായമുള്ളവരൊക്കെ കുറച്ച് യുവനിരയുടെ കാര്യമാണ്. യുവനിരയിൽ അങ്ങനെ വലിയ കുഴപ്പം ഇപ്പം കാണുന്നില്ല. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മാറ്റി നിർത്തണം. ഞങ്ങൾക്കൊരു പരാതി ആരെങ്കിലും തന്നാൽ ശക്തമായ നടപടി ഉണ്ടാകും. കൃത്യമായി ഷൂട്ടിംഗ് നടക്കണം, അത് നടത്തണം. അതിൻ്റെ കാര്യങ്ങൾ പ്രൊഡ്യൂസറെ സഹായിക്കുക എന്നാണ് പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ ജോലി. അത് കൃത്യമായി ചെയ്തിരിക്കും. ഇപ്പോൾ ഇനിയും നടക്കും. എനിക്ക് മുമ്പുണ്ടായിരുന്നവർ അത് വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് അതുപോലെ തന്നെ കൊണ്ടുപോയി. അല്ല, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അല്ലെ, പ്രൊഡ്യൂസർമാരുടെ പിടി കയ്യിലുണ്ടോ? അതോ ഇതാരാണ് വലുതാരാണ് വരുന്നില്ല. നമ്മളുടെ കാര്യങ്ങൾ കൃത്യമായി നടക്കണം. പൈസ കൊടുക്കുന്നതാണ് അവർക്ക്, അവർ കൃത്യമായി ജോലി ചെയ്യണം, അതിൻ്റെ കാര്യങ്ങൾ അവർ ചെയ്യണം, അത്രേ ഉള്ളൂ. പക്ഷെ വിലക്ക് എന്തിനെങ്കിലും പരിഹാരമാണോ? വിലക്ക് എന്ന് പറയുന്ന ഞാൻ ആ വാക്ക് പറയുമ്പോഴാണ് പ്രശ്നം വരുന്നത്. ഇപ്പോൾ ഒരാളൊരു വലിയ പ്രശ്നക്കാരനാണെങ്കിൽ അയാളെ കൊണ്ട് സ്ഥിരമായി ഈ സിനിമ, കഴിഞ്ഞ സിനിമ, മറ്റേ സിനിമ എല്ലാം പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അയാളെ ഒഴിവാക്കണമെന്ന് തീരുമാനിക്കാനേ പറ്റൂ. അങ്ങനത്തെ ഒരു ഘട്ടത്തിലാണ് ഈ തീരുമാനം എടുക്കുന്നത്. അല്ലാതെ ഷെയ്ൻ നിഗം എന്ന് പറയുന്ന നടൻ, യുവ നടനാണ്, മിമിക്രി ആർട്ടിസ്റ്റായിട്ട് സിനിമയിലേക്ക് വന്ന അബിയുടെ മകനാണ്. പക്ഷെ മിടുക്കനായ നടനാണ്, നല്ല നടനാണ്. പക്ഷേ അദ്ദേഹം ഇപ്പം തന്നെ RDX ഈ കഴിഞ്ഞ വർഷം ഈ 23 ഏറ്റവും കൂടുതൽ ഓടിയ ചിത്രങ്ങളുടെ നായകനാണ് RDX. അത് ഇപ്പോൾ ഒരുപാട് സിനിമകളിലേക്ക് വരുന്നത്. അദ്ദേഹത്തെ പോലുള്ള ആൾക്കാരെയൊക്കെ നേർവഴിക്ക് നടത്തുന്നതിന് പകരം വിലക്കി അദ്ദേഹത്തെ മാറ്റി നിർത്താൻ നോക്കിയതൊക്കെ വളരെ വിഷമകരമായ കാര്യമല്ല. വിലക്കെന്ന് വെച്ചാൽ പല പ്രശ്നങ്ങളുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കുക. ഇപ്പം നമ്മളിനി വീണ്ടും അതിനെപ്പറ്റി സംസാരിച്ചിട്ട് കാര്യം, അയാൾ വളരെ മര്യാദയ്ക്ക് സിനിമകൾ ചെയ്തു പോകുന്നു. അയാളുടെ സിനിമകൾ ഹിറ്റാണ്, നല്ല നടനാണ്. ഞങ്ങളുടെ ഒരു പ്രൊഡ്യൂസർ അസോസിയേഷൻ്റെ തന്നെ ഒരു ഷോ ദോഹയിൽ വെച്ച് ചെയ്യാനിരുന്നത് അവിടുത്തെ പ്രശ്നങ്ങൾ കാരണം ഒന്ന് മാറ്റിവെച്ചു. അതിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. ഞങ്ങളുമായിട്ട് നമുക്കങ്ങനെ ഒരു പിണക്കമോ അല്ലെങ്കിൽ ദേഷ്യമോ വൈരാഗ്യപരമായ നിലപാടോ ഇല്ല, ഒരിക്കലും ഇല്ല. പുതിയതായിട്ട് ഉദിച്ചു വരുന്ന താരങ്ങളിൽ ഒരാളാണ് പുള്ളി. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും നല്ല നടനാണ്. യുവനിരയിൽ ഒരുപാട് താരങ്ങൾ ഉയർന്നു വരുന്നില്ലേ ഇപ്പം? ഉണ്ട്. അവർ ഈ പഴയ സൂപ്പർ സ്റ്റാർഡം അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ സിനിമ ഇപ്പോൾ പറയുമ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി, ഇത്രയും പേരെയാണ് നമ്മൾ സൂപ്പർ സ്റ്റാർസ് എന്ന് പറയുന്നത്. പക്ഷേ അത് കഴിഞ്ഞൊരു നിര വന്നില്ലേ? പിന്നെ പൃഥ്വിരാജ് തൊട്ട് പിന്നെ ഫഹദ് ഫാസിൽ, അവരൊക്കെ സിനിമ വിജയിപ്പിക്കാൻ പറ്റുന്ന കേപ്പബിലിറ്റി ഉള്ള നടന്മാരല്ലേ? തീർച്ചയായിട്ടും. ആ രീതി ഇപ്പം നിർമ്മാതാവ് എന്നുള്ള നില ഞാൻ ചോദിക്കുകയാണ്. ഉണ്ട്, തീർച്ചയായിട്ടും ആണ്. അവരുടെ ചിത്രങ്ങളൊക്കെ വെച്ച് ഉണ്ട്. ഇപ്പം അവരെല്ലാവരും സ്വന്തമായി പടം ചെയ്യുകയും ഹിറ്റാകുകയും ചെയ്യുന്നതാണല്ലോ. അതിപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ട കാര്യമില്ല. എല്ലാവരുടെയും സിനിമകൾ വരുന്നുണ്ട്. പലരുടെയും സിനിമകൾ സൂപ്പർ ഹിറ്റ് ആയിട്ടുണ്ട്, എല്ലാ ആൾക്കാരുടെയും. ഇപ്പോൾ മലയാള സിനിമയുടെ കാര്യം പറയുമ്പോൾ മലയാള സിനിമയിൽ കഴിഞ്ഞ ഈ വർഷം ഓടിയ സിനിമകളുടെ കാര്യം പറയും. പക്ഷേ അന്യഭാഷാ ചിത്രങ്ങൾ കേരളത്തിൽ വന്ന് തകർത്തോടും. അതേ രീതി ഇപ്പോൾ സാങ്കേതിക വിദ്യ ആണെങ്കിലും ഇപ്പോൾ ആക്ഷൻ ആണെങ്കിലും അതിൽ നമ്മളെക്കാട്ടിൽ മുന്നിൽ അവർ നിൽക്കുന്നുണ്ടോ? അന്യഭാഷയിലെ എല്ലാ ചിത്രങ്ങളും ഇവിടെ വരുന്നില്ല. വളരെ കുറച്ച് ചിത്രങ്ങളാണ് വരുന്നത്. അതിനകത്ത് അവിടുത്തെ സൂപ്പർ സ്റ്റാർസിൻ്റെ അല്ലെങ്കിൽ അവിടുത്തെ ഭയങ്കരമായ പൈസ മുടക്കിയെടുത്ത ചിത്രങ്ങൾ മാത്രമാണ് ഇവിടെ വരുന്നത്. അതിവിടെ വൻ വിജയമാകാനും നമ്മുടെ ചിത്രങ്ങളെക്കാൾ കുറച്ച് ചിലപ്പോൾ ടെക്നിക്കലായിട്ടോ അല്ലെങ്കിൽ കൂടുതൽ പൈസ ചിലവാക്കാനൊക്കെ സാധിക്കുന്നത് കൊണ്ട് ആളുകൾ കാണുന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷെ വലിയ രീതിയിൽ അവർ വലിയ മേക്കിങ്ങിന് വേണ്ടി വലിയൊരു തുക ചെലവഴിച്ച് ബ്രഹ്മാണ്ഡ ചിത്രം എന്നൊക്കെ പറഞ്ഞാൽ വരുന്നത്. ആ രീതിയിലുള്ള സിനിമകൾ നിർമ്മിക്കാൻ പറ്റിയ നിർമ്മാതാക്കൾ കേരളത്തിൽ കുറവാണ്.
നമുക്കൊരു മാർക്കറ്റിൻ്റെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മളും നമ്മുടെ സിനിമകളും ഒരു പിന്നെ പാൻ ഇന്ത്യൻ സിനിമകളായി വരുന്നുണ്ട്. ഇപ്പോൾ അങ്ങനെ ഒരുപാട് പടങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അതനുസരിച്ച് നമ്മൾ മാറുന്നുണ്ട്. ഇപ്പം നമ്മുടെ സിനിമകളും 30 കോടി 40 കോടി രൂപകളിലേക്ക് മാറിക്കൊണ്ടിരിക്കുക. അത് നല്ലതാണ്. അത് ഒരു ബിസിനസ് സംബന്ധിച്ചിടത്തോളം മുടക്കുന്ന പൈസയും ലാഭവും തിരിച്ചു കിട്ടുക എന്നുള്ളതാണ്. അല്ലാതെ നമ്മളിവിടെ കൊച്ചു സിനിമയെ ചെയ്യുള്ളൂ, വലിയ സിനിമ ചെയ്യുന്നത് മണ്ടന്മാരാണെന്നുള്ളതല്ല. എല്ലാ ടൈപ്പ് മാർക്കറ്റ് മലയാള സിനിമയ്ക്കുള്ള മാർക്കറ്റ് മലയാള സിനിമയിൽ മാത്രമാണെങ്കിൽ ഇത് പരാജയപ്പെട്ടു പോകും. മറ്റ് ലാംഗ്വേജിലൊക്കെ വിൽക്കാൻ പറ്റുമെങ്കിൽ അതനുസരിച്ചുള്ള സിനിമകളാണ്. ചിത്രങ്ങളൊക്കെ ഇപ്പൊ രജനീകാന്തിനെ പോലുള്ള താരങ്ങളുടെ ചിത്രങ്ങൾ ജപ്പാൻ അടക്കമുള്ള ലോകരാജ്യങ്ങൾ എല്ലായിടത്തും പോകും. അതെ, ആ രീതിയിലേക്ക് നമ്മൾ വളരുന്നുണ്ടോ? വളർന്നു വരുന്നുണ്ട്. ഇപ്പോൾ പിന്നെ കുറേ സിനിമകൾ അങ്ങനെ വലിയ പാൻ ഇന്ത്യൻ സിനിമകളായിട്ട് വരുന്നുണ്ട്. ഇപ്പം താങ്കൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ സെക്രട്ടറി ആണെങ്കിലും ഒരു നിർമ്മാതാവ് എന്നുള്ള നിലയിൽ ചോദിക്കുകയാണ്, 2023 ശരിക്കും മമ്മൂട്ടി എന്ന നടൻ്റെ വർഷമാണോ? കാരണം നൻപകൽ നേരത്ത് മയക്കം, അല്ലെങ്കിൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കാതൽ, കണ്ണൂർ സ്ക്വാഡ്, അങ്ങനെ ആ ഒരു ഇത്രയും വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചാനിടെ ക്രിസ്റ്റഫർ അടക്കം മമ്മൂട്ടിയുടെ ചിത്രങ്ങൾക്ക് ഒരു വലിയ വൈവിധ്യമുള്ള ചിത്രങ്ങളുമായിട്ട് മമ്മൂട്ടി ശക്തമായിട്ട് എന്താ തിരിച്ചു വന്നെന്ന് പറയേണ്ട കാര്യമല്ല, ഇവിടെ തന്നെ ഉണ്ട്. അല്ല, വളരെ ഒരു സാന്നിധ്യം വർദ്ധിപ്പിച്ച വർഷമല്ലേ ഇത്? തീർച്ചയായിട്ടും അദ്ദേഹത്തിന് നല്ല എല്ലാ ചിത്രങ്ങളും വളരെ നല്ല ചിത്രങ്ങളായിരുന്നു. പ്രത്യേകിച്ച് കാതലിലെ ഒരു കഥാപാത്രത്തെ അതിമനോഹരമായ സിനിമയാണ്. അദ്ദേഹം ആ വേഷം ചെയ്യാൻ തയ്യാറായി. തീർച്ചയായിട്ടും. ഇപ്പം മമ്മൂട്ടിയെ വെച്ച് താങ്കൾ സിനിമ നിർമ്മിച്ചിട്ടുണ്ട്, മമ്മൂട്ടിയായിട്ട് അടുത്തിടപഴകാൻ അവസരവും കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണ് മമ്മൂട്ടി? അദ്ദേഹം ഒരു നല്ല മനുഷ്യൻ. ഞാൻ വിചാരിച്ച വളരെ ഗൗരവക്കാരനും ദേഷ്യക്കാരനും. എനിക്ക് നേരത്തെ അറിയാം അദ്ദേഹത്തിന് എന്നെയും പരിചയമുണ്ട്, എന്നെ ആരാന്ന് അറിയാം. എങ്കിലും ഞാൻ വിചാരിച്ച പോലെ വളരെ സ്നേഹവും വാത്സല്യവും ഉള്ള ഒരു നല്ല മനുഷ്യനും, ഒരു എപ്പോൾ കണ്ടാലും വളരെ സ്നേഹത്തോടെ പെരുമാറുന്ന. സെറ്റിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല സഹകരണമാണ്. പിന്നെ തീർച്ചയായിട്ടും നല്ല സഹകരണമാണ്. ആർക്കും എന്ത് നിർദ്ദേശവും പുള്ളി ഒരു ഇന്നത് മതി അങ്ങനെ ആ രീതിയിലുള്ള ഒരു കാരണവർ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങൾ പറയും. നിങ്ങൾ പറയുന്ന പോലെ നല്ലത് ഇങ്ങനെയൊക്കെയാണെന്ന് ആ രീതിയിലാണ്, അല്ലാതെ അതിനെ സഹായിക്കുന്ന രീതിയിലാണ്. തീർച്ചയായിട്ടും പലർക്കും മാതൃകയാക്കാവുന്ന ഒരു വലിയ നടനല്ലേ? സംശയമൊന്നുമില്ല, വലിയ നടനാണ്. വലിയ ബഹുമാനത്തോടെ സംസാരിക്കാൻ പറ്റുള്ള ഒരു പടം ചെയ്തത് തന്നെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. ഏറ്റവും കൂടുതൽ പുതിയ ചലച്ചിത്ര സംവിധായകർക്ക് അല്ലെ തിരക്കഥാകൃത്തുകൾക്ക് ഡേറ്റ് കൊടുക്കുന്ന നടനും മമ്മൂട്ടിയല്ലേ? അതെ, തീർച്ചയായിട്ടും. കൂടുതൽ പടങ്ങൾ ഇപ്പോൾ വന്ന ഒരുപാട് സിനിമകൾ പുതിയ ഡയറക്ടേഴ്സൊക്കെയാണ്. അത് മോഹൻലാലിന്റെ കാര്യത്തിൽ എങ്ങനെയാണ്? അദ്ദേഹം ഈ പറഞ്ഞ പോലെയാണ്. രണ്ടുപേരും രണ്ട് വ്യത്യസ്ത രീതിയിലാണ്. എന്നാലും അവർ സിനിമ ചെയ്യുന്നതും എല്ലാവരുമായിട്ട് സഹകരിച്ച് പോകുന്നതും രണ്ടുപേരും ഒരുപോലെ തന്നെയാണ്. വ്യത്യാസങ്ങളൊന്നുമില്ല, കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം രാകേഷിന്റെ ഇനിയിപ്പോൾ ഏറ്റവും പുതിയ ചിത്രം എന്നായിരിക്കും അടുത്തത്? ഞാൻ അടുത്ത വർഷം അവസാനത്തോടെ ഈ ഇത്രയും കാലത്തെയുള്ള നേരത്തെ പറഞ്ഞത് ബാലൻസ് ചെയ്ത് പോവുകയാണെന്ന്. അത് പുതിയതായിട്ട് വരുന്ന നിർമ്മാതാക്കളോട് എന്തെങ്കിലും ഉപദേശം കൊടുക്കാനുണ്ട്? ബാലൻസ് ഞാൻ 2022 2 സിനിമകൾ ചെയ്തു. 23 എനിക്ക് സിനിമ ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോഴത്തെ ഈ വർഷത്തെ സാഹചര്യത്തിൽ എനിക്ക് അങ്ങനെ ഒരു നല്ല പടം, എനിക്ക് ഉറപ്പുള്ളൊരു പ്രോജക്റ്റ് എനിക്ക് വന്നില്ലാത്തുള്ളതുകൊണ്ടാണ് ചെയ്യാൻ പറ്റാഞ്ഞത്. അല്ലെങ്കിൽ നല്ലൊരു ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഇല്ല, അല്ലെങ്കിൽ നല്ല കഥ വന്നപ്പോൾ ആ കഥയ്ക്ക് ഒത്തില്ല. അപ്പോൾ ആ ഒരു കഥ വന്നപ്പോൾ ഞാനത് ചെയ്തു. അപ്പോൾ അന്ന് എനിക്ക് ഉദ്ദേശിക്കുന്ന ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് 2024 ഉള്ളൂ. അപ്പോൾ അതനുസരിച്ച് ഞാനത് പ്ലാൻ ചെയ്ത് വെയിറ്റ് ചെയ്യുന്നു. അല്ലാതെ എനിക്ക് ഈ കഴിഞ്ഞ വർഷം ഈ വർഷം സിനിമ ചെയ്തേ പറ്റൂ എന്ന് വെക്കുന്നതാണ് പരാജയത്തിൻ്റെ കാരണം. ഇപ്പൊ നല്ല പടം എന്ന് രാകേഷിന്റെ മനസ്സിലുള്ള സങ്കല്പം. അതെ, അത് ഞാൻ വിചാരിക്കുന്ന പടങ്ങളെല്ലാം നല്ല പടവും ഓടുന്ന പടം ആവണമെന്നില്ല. ഈ നല്ല പടം എന്നുള്ള ഒരു കോൺസെപ്റ്റ് രാകേഷിന്റെ മനസ്സിൽ എങ്ങനെയാണ്? നല്ലൊരു തിരക്കഥയാണ്. അതെ, നല്ല തിരക്കഥ, നല്ല തിരക്കഥയും നല്ല അതിന് പറ്റിയ താരത്തിനെയും കിട്ടണം. ഇപ്പം ഞാൻ ഒരു കഥ കഴിഞ്ഞ ജൂലൈയിൽ കിട്ടിയ ഒരു സബ്ജക്റ്റാണ്. അത് എഴുതി വന്ന് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ആയപ്പോൾ തന്നെ ഒരു രൂപമായി. അപ്പോൾ അതിന് പറ്റിയൊരു ആർട്ടിസ്റ്റിനെ കണ്ടു, അത് സംസാരിച്ചു. അദ്ദേഹത്തിന് അടുത്ത കാലത്തെങ്കിലും ഡേറ്റ് ഉള്ള ആളല്ല. അപ്പോൾ അദ്ദേഹത്തിന് ഡേറ്റ് വരുന്ന സമയത്തെ ചെയ്യുന്നുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു എന്നുള്ളതാണ് എനിക്ക്. പക്ഷേ അദ്ദേഹത്തിനെ മാറ്റി അദ്ദേഹത്തെ പോലെ വേറെ ഒരുപാട് പേരുണ്ട്. അദ്ദേഹത്തിൻ്റെ വാല്യൂ ഉള്ള ആളല്ല, അല്ലാതെ വേറെ ആൾക്കാരുണ്ട്. ആ ആളെ വെച്ച് ചെയ്താൽ അത് വിജയിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ വെയിറ്റ് ചെയ്യുന്നു. ആർട്ടിസ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. തീർച്ചയായിട്ടും. സിനിമ ജയിച്ചാലും പരാജയപ്പെട്ടാലും നിർമ്മാതാക്കൾക്കാണ് നഷ്ടം. നടന്മാരും നടിമാർക്കും ഒന്നും നഷ്ടമില്ല. അവരൊക്കെ സാമ്പത്തികമായിട്ട് ലാഭം തന്നെയാണ്. തീർച്ചയായിട്ടും. ആ സ്ഥിതി ഇപ്പൊ എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ്. അതെ. മറ്റൊന്ന് വലിയൊരു അങ്ങനെ ഉള്ളപ്പോ നമ്മൾ ചെയ്യുന്നത് അങ്ങനെ നമ്മൾ എത്ര സൂക്ഷിച്ച് ചെയ്താലും അത് കറക്റ്റ് ആവണമെന്നില്ലെങ്കിൽ തന്നെ നമ്മൾ സൂക്ഷിച്ച് ചെയ്യണ്ടേ?
അതാണ് സൂക്ഷിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് വെച്ച്. ഇപ്പോൾ 2018 നമ്മൾ സംസാരിക്കുന്ന വേളയിൽ അത് ഓസ്കാർ എൻട്രി ആയിട്ട് പോയി വിദേശ ഭാഷാ ചിത്രങ്ങളിൽ നിന്നുള്ള നിലയിൽ പോയിട്ടും പക്ഷേ അതിപ്പോൾ പുറത്തായി എന്നുള്ള വിവരമാണ് വരുന്നത്. പക്ഷേ 2018 കഴിഞ്ഞ് ഈ 2023 ഒരു വലിയ തരംഗം തന്നെ തീർത്തല്ലേ, തിയേറ്ററുകളിലേക്ക് പ്രേക്ഷകരെ കൊണ്ടുവന്നു. അതിന് മുമ്പേ തിയേറ്ററിലേക്ക് അതൊരു നല്ല പടമായിരുന്നു, വലിയ പടമായിരുന്നു. അത് ആളുകൾക്ക് വളരെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ആ പടം വന്നതുകൊണ്ട്. ഇപ്പം ഏറ്റവും ഒടുവിൽ നിർമ്മിച്ച സിനിമ മേരി ആവാസ് സുനോ. അതെ, അത് കഴിഞ്ഞ് ഞാൻ ഒരു ആണ് എസ് എന്ന് പറഞ്ഞൊരു സിനിമയും കൂടെ ചെയ്തു, സിദ്ധാർത്ഥ് ശിവ വെച്ചിട്ട്. മേരി ആവാസ് സുനോയിൽ മഞ്ജു വാര്യർ ആയിരുന്നു. എങ്ങനെയായിരുന്നു ജയസൂര്യ, എങ്ങനെ ഉണ്ടായിരുന്നു ആ എക്സ്പീരിയൻസ്? അത് നല്ല, എനിക്കത് ബ്രേക്ക് ഈവനായ സിനിമയാണ്. ഇല്ല, മഞ്ജു വാര്യർ ഒരു രീതിയിൽ ഒരു സൂപ്പർ സ്റ്റാർ അല്ലേ ഇപ്പോൾ? തീർച്ചയായിട്ടും അവരും വളരെ വാല്യുബിൾ മാർക്കറ്റുള്ള ആർട്ടിസ്റ്റാണ്. ജയസൂര്യ രണ്ടുപേരോടായിരുന്നു അതിനകത്ത്. ഇപ്പോൾ മലയാള സിനിമയിൽ ഇപ്പം രാകേഷിനെ പോലെ വളരെ എന്താ പറയുന്നത്, വളരെ മാന്യന്മാരായിട്ടുള്ള നിർമ്മാതാക്കളാണ് ഏറ്റവും കൂടുതലുള്ളത്. പണ്ടത്തെ കാലത്ത് വളരെ പണ്ടൊക്കെ പറയും നിർമ്മാതാക്കൾക്ക് പല താല്പര്യങ്ങളും ഉണ്ടാകും, പല ചൂഷണങ്ങളും അന്ന് നടന്നിട്ടുണ്ട്. അതിലൊക്കെ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? എനിക്ക് കൂടുതൽ പഴയ കാര്യങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഞാൻ ഫിലിമുള്ള കാലത്ത് തന്നെയാണ് ഞാൻ സിനിമ ചെയ്തിരുന്നത്. അന്ന് ഉള്ളതെന്നുള്ള മാറ്റങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ എല്ലായിടത്തും വന്നിട്ടുണ്ട്. കാര്യം പണ്ട് ഇപ്പം എല്ലാവരും ഈക്വലാണ്. ആർട്ടിസ്റ്റും പ്രൊഡ്യൂസർ വന്ന ഉടനെ ആർട്ടിസ്റ്റ് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊന്നും പറയുന്ന കാര്യമില്ല. എല്ലാം ചെറുപ്പക്കാരും ഈക്വലായിട്ട് പോകുന്നതാണല്ലോ. വലിപ്പച്ചെറുപ്പം ഇല്ല എന്നുള്ളതാണ്. ഇല്ല. പക്ഷെ ഞാനിത് ചോദിക്കാൻ കാരണം മലയാള സിനിമാ രംഗത്ത് ചൂഷണം കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് WCC എന്ന് പറഞ്ഞൊരു സംഘടന തന്നെ കഴിഞ്ഞ ഏതാനും വർഷം മുമ്പ് രംഗത്ത് വന്നു. ആ നിലയ്ക്കുള്ള ചൂഷണങ്ങൾ ഇപ്പോൾ അതായത് സ്ത്രീ അല്ലെ നടികളെ ചൂഷണം ചെയ്യുന്ന ഒരു രീതി ഇപ്പോഴുണ്ടോ? ഒരിക്കലും ഉണ്ടെന്ന് ഞാൻ പറയില്ല. കാര്യം വെച്ചാൽ വല്ലയിടത്തും ഒക്കെ നടക്കുന്നുണ്ടാവുമായിരിക്കും. എന്തായാലും ജനറലായിട്ട് ഇപ്പോൾ ഒരു ആർട്ടിസ്റ്റ് വരുമ്പോൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇന്ന ഒരു കണ്ടീഷൻ വെച്ച് സിനിമയിൽ അഭിനയിക്കുന്ന പരിപാടിയേ ഇല്ല. ഒരിക്കലും ഇല്ല. അങ്ങനെ പരിഹാരമുണ്ട്. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ ഒരാളോട് പറഞ്ഞാൽ മതി, ഇത് മുഴുവൻ നാട്ടുകാരറിഞ്ഞ് വലിയ ഇഷ്യൂ ആവുന്ന കേസാണ്. അപ്പോൾ പിന്നല്ലാതെ അതൊക്കെ പറയാൻ പറ്റില്ല. കാരണം കഴിഞ്ഞ ഈ ഇപ്പം സിനിമയുടെ പേര് ഞാൻ പറയുന്നില്ല, മലയാളത്തിലെ തന്നെ ശ്രദ്ധേയമായ ചിത്രങ്ങൾ നിർമ്മിച്ച നടനും കൂടിയായ ഒരു നിർമ്മാതാവിന്റെ പേരിൽ വലിയ ആരോപണങ്ങൾ ഉണ്ടായി. ആ സിനിമയ്ക്ക് അതിന്റെ പേരിൽ ചില അംഗീകാരങ്ങൾ പോലും കിട്ടാതെ വന്നു. അന്നേരം അതൊക്കെ ഇപ്പോഴും നിൽക്കുന്നു എന്നല്ലേ അതിലൂടെ മനസ്സിലാകേണ്ടത്? അല്ല, അത് എന്തുകൊണ്ട് അവരത് കാര്യങ്ങൾ പറഞ്ഞ് അത് ആൾ ഇന്നതാണ് എന്ന് പറഞ്ഞ് അതിന്റെ കാര്യങ്ങൾ നീക്കിക്കൂടാ? കുറവാണ്, വളരെ കുറവാണ്. വരുന്നുണ്ട്, ചില കേസുകളൊക്കെ വരുന്നുണ്ട്. ഇതൊക്കെയെന്ന് പറഞ്ഞാൽ സിനിമയിൽ വർക്ക് ചെയ്യുന്ന 100, 150, 200 പേര് വർക്ക് ചെയ്യുന്നതിനകത്ത് ഒരാളോട് മിസ്ബിഹേവ് ചെയ്യുന്നൊക്കെ പറഞ്ഞാൽ നമ്മളത് ഉടനെ വളരെ സീരിയസ് ആയിട്ട് എടുക്കാറുണ്ട്. അങ്ങനെ തന്നെ ഇപ്പോൾ ഈ പരാതി പരിഹാര സെല്ലുണ്ട്. അതെല്ലാ സിനിമയ്ക്കും എല്ലാ സിനിമയ്ക്കും അത് തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഡീറ്റെയിൽസ് അവിടെ തന്നതിന് ശേഷമേ മാൻഡേറ്ററി 10 സ്ത്രീകൾ കൂടുതലുണ്ടെങ്കിൽ 10 അതിൽ കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഇത് രൂപീകരിക്കുകയും ഇതിനകത്ത് കോൺടാക്ട് ചെയ്യേണ്ട ആളുടെ ഫോൺ നമ്പർ യൂണിറ്റ് വണ്ടിയിൽ ഒട്ടിച്ച് വെക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പം മാലാ പാർവതിയെ പോലെയൊക്കെയുള്ള നടിമാർ അവർ വലിയൊരു പശ്ചാത്തലത്തിൽ നിന്ന് വരുന്ന ആൾ കൂടിയാണ്. ലിറ്റററി രംഗത്താണെങ്കിലും എല്ലാം അവർ തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഒരു കാരവൻ അല്ലെങ്കിൽ ഒരു യൂറിൻ പാസ് ചെയ്യാൻ പോലും സൗകര്യമില്ലാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. കാരവൻ്റെ പ്രയോജനം കിട്ടുന്ന കുറേ കൂടെ ഒരു വലിയ പ്രതിഫലങ്ങൾ വാങ്ങിക്കുന്ന നടന്മാർക്കാണ്. ആ അവസ്ഥയ്ക്ക് മാറ്റം വരുമോ? അല്ല, അവർ ഈ പരാതി നേരിട്ട് ഞങ്ങളോടും പറഞ്ഞിട്ടുള്ളതാണ് നമ്മുടെ ഇതിനകത്ത്. ആ അവസ്ഥയൊന്നും ഇല്ല. അതൊക്കെ റെയറായിട്ട് ചില ബുദ്ധിമുട്ടുള്ള പടങ്ങൾ, ചില പടങ്ങൾ തീർക്കാൻ നിവർത്തിയില്ലാതിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. പല സൈസ് സിനിമകളാണ് നടക്കുന്നത്. 1 കോടിക്ക് ചെയ്യുന്ന സിനിമയുണ്ട്, 65 ലക്ഷത്തിന് ചെയ്യുന്ന സിനിമയുണ്ട്, 30 കോടിക്ക് ചെയ്യുന്ന സിനിമ. ഇതെല്ലാം നടക്കുന്നത് ഇവിടെ തന്നെയാണ്. അതിനകത്ത് അങ്ങനെയുള്ള ഏതൊരു സിനിമയിലെ കാര്യമാണ് അവർ പറയുന്നത്. കാര്യം അത് ശരിയാണ്, അവർ പറയുന്നത് തെറ്റാന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഇപ്പോഴില്ല. അങ്ങനെ ഒരു അവസ്ഥ പരിഹരിച്ചാണ് എല്ലാവരും പോകുന്നത്. പ്രത്യേകിച്ചും അതിൻ്റെ പ്രൊഡക്ഷൻ രംഗത്തുള്ളവരും എല്ലാം അത് ക്ലിയർ ചെയ്ത് പോകും. ചിലപ്പോൾ ഒക്കെ ചില ഒരുപാട് ആൾക്കാർ വന്നപ്പോൾ എല്ലാം ഉണ്ടായിട്ടുണ്ടാവും. കാരവൻ കൾച്ചറിലേക്ക് സിനിമ മാറിയില്ലേ? അതിപ്പോൾ ഈ ഒരു കാലത്തിൻ്റെയും കൂടെ ഒരു ആവശ്യമാണ്. ഇപ്പോൾ ക്യാമറ ഒരാളെ ഒരിടത്ത് ഇരുത്താൻ സമ്മതിക്കണ്ടേ? ഒരു ആർട്ടിസ്റ്റ് വന്നാൽ അവരെ എവിടെയെങ്കിലും ഒന്ന് ഇരിക്കാനോ നിൽക്കാനോ എങ്ങനെയായാലും മരണ വീട്ടിൽ പോയാലും കല്യാണ വീട്ടിൽ പോയാലും എല്ലാവരും ഫോട്ടോ എടുക്കുകയാണെന്ന് ഉള്ള ഇതാണ്. അപ്പോൾ ഷൂട്ടിംഗ് സ്ഥലത്തും ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ്. അപ്പോൾ അവർക്ക്
സ്വസ്ഥമായിട്ടിരിക്കാൻ സ്ഥലം എന്ന നിലയിൽ കാരവൻ വളരെ അത്യാവശ്യമുള്ള. പണ്ടത്തെ കാലത്തെ കുറിച്ച് താരതമ്യപ്പെടുത്തിയിട്ട് കാര്യമില്ല. കാരണം പണ്ട് മരച്ചുവട്ടിൽ കിടന്നു നടക്കുന്ന പ്രേംനസീറും സത്യനും അങ്ങനെയൊക്കെയുള്ള താരങ്ങളും ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ താരങ്ങൾക്ക് ജനങ്ങളെ ഭയമാണോ? റോഡിൽ ഇറങ്ങി നടക്കാൻ പറ്റൂ? അല്ല, ഈ വക പ്രശ്നങ്ങളുണ്ടാണ്. അതുകൊണ്ടാണ് അല്ലാതൊന്നും വലിയ കാര്യങ്ങളാണ്. ഇപ്പം രജനീകാന്തിൻ്റെ കാര്യം എടുത്തതുണ്ട്. രജനീകാന്ത് ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ ഉടനെ പുള്ളിയുടേതായ രീതിയിൽ മേക്കപ്പ് ഒന്നും ഇല്ലാതെ ജനങ്ങൾക്കിടയിലേക്ക് പോയി എല്ലായിടത്തും പോകുന്ന ഒരു നടനാണ്. ആ നിലയിലേക്ക് നമ്മുടെ നടന്മാർക്ക് ജനങ്ങളുടെ മീൻസ് പ്രത്യക്ഷപ്പെടുന്ന വേദികളിൽ, പക്ഷേ നമ്മുടെ നടന്മാരോട് ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ അവരോട് സംസാരിക്കാൻ വളരെ പാടാണ്. മറ്റുള്ളവരെല്ലാം ഡൗൺ ടു എർത്ത് ആണെന്ന് പറയാറുണ്ട്. ആ ഒരു ഈഗോ കൂടുതലാണോ മലയാളത്തിലെ നടന്മാർക്ക്? എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നില്ല. ഞാനിപ്പം ഇവിടുത്തെ ഏറ്റവും വലിയ മലയാളത്തിലെ നടന്മാർ മമ്മൂട്ടി, മോഹൻലാലുമാണ്. അവരുടെ കാര്യം അല്ല, പിന്നെ മറ്റുള്ളവരൊക്കെ അവർ തീരെയില്ല. കാര്യം അവരെ ഇൻഡസ്ട്രിയിലുള്ള ഞങ്ങളെപ്പോലുള്ളവർ പോലും വളരെ വളരെ റെസ്പെക്റ്റ് ചെയ്യുന്നവരാണ്. അവർ വളരെ ഡൗൺ ടു എർത്താണ്. അവരൊന്നും എല്ലാവരുമായിട്ട് സംസാരിക്കുക, എല്ലാ കാര്യങ്ങളും. ഇതാണ് ഇപ്പോൾ റോഡിൽ ഇറങ്ങി നടന്ന് സംസാരിക്കാൻ പറ്റുന്നൊരു സാഹചര്യമല്ല. അവർക്കൊരു സ്വസ്ഥത കിട്ടണ്ടേ അവർക്ക്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ സംബന്ധിച്ചിടത്തോളം ഇപ്പം പലതരത്തിലുള്ള സിനിമകൾ മലയാളത്തിൽ വരുന്നുണ്ട്. ഇപ്പോൾ കൊമേഴ്സ്യൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വരുന്നു, ആർട്ട് ഓറിയൻറ്റഡ് ആയിട്ട് വരുന്നു. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് വരുന്നു. ഇപ്പോൾ അദൃശ്യ ജാലകങ്ങൾ എന്ന് പറഞ്ഞ് ഡോക്ടർ ബിജുവിൻ്റെ സിനിമ, അതിപ്പോൾ ഒരുപാട് അന്താരാഷ്ട്ര ഫെസ്റ്റിവലുകളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ട് അംഗീകാരങ്ങൾ നേടുന്നു, മത്സര വിഭാഗത്തിൽ വരുന്നു. പക്ഷേ നമ്മുടെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആ സിനിമ തിയേറ്ററിൽ വന്നിട്ട് ആരും കണ്ടില്ല, മറിച്ച് വേറൊരു സിനിമയുടെ പേര് പറഞ്ഞിട്ട് അത് ഓടി, ഇതൊക്കെ സംവിധായകൻ സ്വയം തിരിച്ചറിയണമെന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകൾ രേഖപ്പെടുത്തി. താങ്കൾ ഒരു സംഘടനയുടെ ഭാരവാഹി ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്, അത് ശരിയായ ഒരു നിലപാടാണോ? അല്ല, അങ്ങനെ സിനിമയെ പറ്റി പറയാൻ പാടില്ല. പക്ഷേ ഇത് അവർ തമ്മിലുള്ള ഡിബേറ്റിൻ്റെ ഭാഗമായിട്ടാണത് സംസാരിച്ചത്. അദ്ദേഹത്തെക്കുറിച്ച്, ചെയർമാനെക്കുറിച്ച് ഡോക്ടർ ബിജു എന്തോ പറയുകയും അതിന് മറുപടി എന്ന നിലയിൽ അദ്ദേഹം പറയുകയൊക്കെ ചെയ്തതാണ്. അത് അങ്ങോട്ടും ശരിക്കും പറഞ്ഞാൽ വഴക്കിൻ്റെ ഭാഗമാണ് എന്നുള്ളതാണ്. അത്രേ ഉള്ളൂ. അല്ലാതെ തലപ്പത്തിരിക്കുന്ന ഒരാൾ, ഇപ്പൊ രഞ്ജിത്ത് എന്നുള്ള സംവിധായകനോ തിരക്കഥാർത്ഥനോ പറയാം, ചലച്ചിത്ര അക്കാദമിയുടെ തലപ്പത്തിരിക്കുന്ന ഒരാൾ ഇങ്ങനെയുള്ള കമന്റ് ചെയ്യുന്നത് ശരിയാണ്? അത് നന്നായില്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പക്ഷെ അദ്ദേഹം ഇങ്ങനെയുള്ള ഈ കൊമേഴ്സ്യൽ സിനിമകൾ മാത്രം ചെയ്യുന്ന ആളല്ലല്ലോ. അദ്ദേഹം വളരെ കലാമൂല്യമുള്ള സിനിമകൾ ചെയ്യുകയും അത് ഇഷ്ടപ്പെടുകയും കലാമൂല്യമുള്ള സിനിമകളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആളാണ്. ഞാൻ ലെനിൻ സാറിനെ വെച്ച് ചെയ്തൊരു സിനിമയിൽ അദ്ദേഹം ഒരു ക്യാരക്ടറിന് ഡബ് ചെയ്ത് തരാമെന്ന് വരെ പറഞ്ഞിട്ടുള്ള ആളാണ് രഞ്ജിത്ത്. അദ്ദേഹം ആ സിനിമയോട് ഇഷ്ടമുള്ള ഡബിങ് ആർട്ടിസ്റ്റ് മകരമഞ്ഞ് സന്തോഷ്. അപ്പോൾ അത് ചെയ്തില്ല പുള്ളി, അത് ചെയ്യാവുന്ന പുള്ളി സമ്മതിച്ചാണ്. പിന്നെ അതെന്തോ കാര്യത്തിൽ നടന്നില്ല. അപ്പം അങ്ങനെ അത് ഒരു സപ്പോർട്ടാണ്, അങ്ങനത്തെ ഒരു സിനിമയ്ക്ക് ഒരു സപ്പോർട്ടാണ്, അല്ലാതെ അദ്ദേഹം ഡബ്ബിങ് ആർട്ടിസ്റ്റ് അല്ലല്ലോ. അപ്പോൾ അത് ആ രീതിയിലൊക്കെ ചെയ്യുന്ന ആളാണല്ലോ. ഇതൊക്കെ വ്യക്തിപരമായ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുടെ പുറത്തുള്ള വഴക്കിൻ്റെ പുറത്താണ് എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഈ ആനയ്ക്ക് മാത്രം കഥ ഇഷ്ടപ്പെട്ടാൽ പോരാ, പാപ്പാന്മാർക്ക് കൂടി ഇഷ്ടമായാൽ മാത്രമേ ഒരു പ്രോജക്റ്റ് ഓണാകൂ എന്ന് ചലച്ചിത്ര രംഗത്ത് പലരും പറയാറുണ്ട്. എന്ത് പറയുന്നു? എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് എനിക്ക് അനുഭവം ഇല്ല. അതായത് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലായി. അങ്ങനെ പല സിനിമകളുടെ ഒരു പ്രോജക്റ്റ് സക്സസ് അല്ലെങ്കിൽ അതിനെ ഇതിലേക്ക് കൊണ്ടുവരണമെങ്കിൽ, ഓണാക്കണമെങ്കിൽ പലരെയും തൃപ്തിപ്പെടുത്തേണ്ട അവസരമുണ്ടോ? ഇല്ല, അത് എനിക്ക് തോന്നിയിട്ടില്ല. ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരക്കഥകൾ വാങ്ങിക്കുന്നുണ്ടോ യുവാക്കളിൽ? ഇല്ല, അങ്ങനെ ഒരു ആലോചന ഇടയ്ക്കില്ല. ഇല്ല, പണ്ട് നമ്മൾ തിരക്കഥയൊക്കെ എഴുതിച്ചു, പക്ഷേ അതിലോട്ടൊന്നും ഞങ്ങൾ പോയിട്ട് കാര്യമില്ല. ഇപ്പോൾ അത് പിന്നെ ഫെഫ്ക അവരുടെ റൈറ്റേഴ്സ് യൂണിയനോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ തിരക്കഥ അവരവർ തപ്പി കാര്യം ഇതൊക്കെ പിന്നെ വേറെ പ്രശ്നങ്ങളിലേക്ക് പോകും. നല്ല തിരക്കഥ വന്നപ്പം പ്രസിഡന്റ് കൊണ്ടുപോയി, സെക്രട്ടറി കൊണ്ടുപോയി പറഞ്ഞ ഇഷ്യൂസ് ഉണ്ടാക്കേണ്ട കേസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് വന്നു. ഹൈക്കോടതി തന്നെ ഇടപെട്ട റിവ്യൂ ബോംബിംഗ് എന്ത് പറയുന്നു? റിവ്യൂ ചെയ്യുന്നതിന് അവരവരുടെ ഇഷ്ടമാണ്. ഇപ്പം ഞാനൊരു സിനിമ കണ്ടു, അത് കൊള്ളില്ല അല്ലെങ്കിൽ കൊള്ളാം, ഇത് എനിക്ക് എൻ്റേതായ ഒരു സ്പേസിൽ ഞാൻ കുറിക്കുന്നതിനൊന്നും യാതൊരു തെറ്റുമില്ല. ഞാൻ അത് ചെയ്ത് ആ റിവ്യൂവിൽ നിന്ന് ധനസമ്പാദനം ഉണ്ടാക്കുമ്പോഴാണ് തെറ്റ്. അതാണ് ചെയ്യുന്നത് ഇവരെല്ലാം, അല്ലേ? പൈസ ഉണ്ടാക്കാണല്ലോ ചെയ്യുന്നത് ഇവരെല്ലാം. പടം ഇറങ്ങി പിറ്റേ ദിവസം അത് കൂടുതൽ മോശമാണെന്ന് പറയുന്നതാണ് കൂടുതൽ ആൾക്കാർ കാണുന്നത്. അതുകൊണ്ട് കൂടുതൽ പേരും ഇത് മോശമാണ്, ആ ആർട്ടിസ്റ്റിൻ്റെ വേഷം ഇട്ട് വരിക, എന്നിട്ട് അതിൽ നിന്ന് ധനം സമാഹരിക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. അത് കോപ്പിറൈറ്റ് ആക്ട് അനുസരിച്ച് കുറ്റകരമാണ്. ഞങ്ങളത് കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ
റിവ്യൂ അവരവർ ചെയ്തു. ഇപ്പോൾ ഒരാൾ ചലച്ചിത്ര നിരൂപകൻ ഇപ്പോൾ ഒരു പ്രസിദ്ധീകരണങ്ങളിൽ ചലച്ചിത്ര നിരൂപണം നടത്തുന്ന, അല്ലെ ഇപ്പൊ സോഷ്യൽ മീഡിയ അല്ലെ യൂട്യൂബ് ചാനലുകളിലൊക്കെ നിരൂപണം നടത്തുന്നവരുണ്ട്, അതിനെയാണോ എതിർക്കുന്നത്? അതിനെ ഒരാൾ സിനിമ കണ്ടു, എനിക്ക് ആ സിനിമ ഇഷ്ടപ്പെട്ടില്ല, എൻ്റെ കഥ ഇങ്ങനെ ആയിരുന്നു എന്ന് പറഞ്ഞ ഒരാൾ എഴുതുന്നതിനുമില്ല. ഇതങ്ങനല്ലല്ലോ നടക്കുന്നത്. ഇപ്പോൾ ഈ ബാന്ദ്ര എന്ന് പറഞ്ഞൊരു സിനിമയിൽ ഒരാളത് റിവ്യൂ ചെയ്ത് ഞാൻ കണ്ടതാണ്. അതിനകത്ത് സെൻട്രൽ ക്യാരക്ടർ ചെയ്ത ആളുടെ വേഷം ധരിച്ചുകൊണ്ട് വന്ന് ഒരു കോമാളിയാക്കി മാറ്റിയാണ് അത് ചെയ്യുന്നത്. അതൊക്കെ തെറ്റായ കാര്യം. അത് മറ്റാരെങ്കിലും കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ടായിരിക്കും. അതിനെപ്പറ്റി നമുക്ക് അറിയാത്തൊരു കാര്യമാണ്. ഇല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? അയാൾക്ക് പറയാനുണ്ട് എങ്കിൽ അയാൾ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞോട്ടെ. ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ അയാളുടെ ഇഷ്ടമല്ലല്ലോ. ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരു സിനിമ കണ്ടാൽ രണ്ട് അഭിപ്രായം തന്നെ ആയിരിക്കും തീർച്ചയായിട്ടും. അപ്പോൾ അത് അയാളുടെ അഭിപ്രായം അടിച്ചേൽപ്പിക്കുകയും അത് അങ്ങനെയാണ് അതിനെ കോമാളിത്തരമാക്കി അവതരിപ്പിക്കുകയൊക്കെ ചെയ്യുന്നത് വളരെ തെറ്റായ കാര്യമാണ്. ഇതൊരു ബിസിനസ്സാണ്, ഇതിൻ്റെ പിന്നിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. ഇതെല്ലാം കൺസിഡർ ചെയ്യണം. അല്ല, അത്തരം റിവ്യൂവിനെ എതിർക്കേണ്ടതാണ്. പക്ഷേ 250, 300, ചില തിയേറ്ററുകളിൽ 400, 500, 750 ഒക്കെ കൊടുത്ത് സിനിമയ്ക്ക് പൈസ മുടക്കി പോയി കാണുന്ന ഒരു പ്രേക്ഷകന് അവന് ആ സിനിമ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അവൻ്റെതായ കാഴ്ചപ്പാട് ഫേസ്ബുക്കിൽ മറ്റേ എഴുതിയാൽ അത് തെറ്റാണോ? ഞാൻ പറഞ്ഞ ആദ്യമേ കുറ്റപ്പെടുത്തുന്ന അല്ലാതെ അവൻ ആ പടം അവന് ഇഷ്ടപ്പെട്ടില്ല എന്നല്ലേ പറയാൻ പറ്റും. അവന്റെ ഒരു കലാ സെൻസിബിലിറ്റിക്ക് അനുസരിച്ച് ഈ സിനിമയ്ക്ക് ഇന്ന പോരായ്മ അവന്റെ അഭിപ്രായം അവന് പറയാം. അതല്ലാതെ മറ്റുള്ളവർ കാണണ്ടാന്നൂടെ അവൻ പറയുന്നത്. ഇത് പണം ഉണ്ടാക്കരുത്. അതെ, പണം ഉണ്ടാക്കുന്നത് അവന് അതിനുവേണ്ടിയാണല്ലോ എഴുതുന്നത്. പണം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എഴുത്ത് എഴുതുമല്ലോ, അല്ലാതെ സ്വന്തം അഭിപ്രായമല്ല. ഇതിപ്പോൾ ചർച്ചയായ ശേഷം ഇത് കുറഞ്ഞിട്ടുണ്ടോ? കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട്. അത് കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. മെയിൻ ആൾക്കാർക്കെതിരെ കേസ് ഫയൽ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കാര്യങ്ങൾ നടക്കുന്നത്. 2024 മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയായിരിക്കും? 2024 നന്നായി വരട്ടെ എന്നുള്ളതാണ് കാര്യങ്ങൾ. മോഹൻലാലിന്റെ തന്നെ സംവിധാനത്തിലുള്ള സിനിമ വരുന്നുണ്ട്. മോഹൻലാലിനെ വെച്ച് ഒരുപാട് പടങ്ങൾ വരുന്നുണ്ട്. നല്ല രീതിയിലുള്ള ഒരു മലയാള സിനിമ വ്യവസായം മെച്ചപ്പെടുന്ന ഒരു വർഷമായി മാറും. തീർച്ചയായിട്ടും മാറുമെന്നാണ് പ്രതീക്ഷിക്കാൻ. കാരണം നമുക്ക് എപ്പോഴും ശുഭപ്രതീക്ഷയാണല്ലോ. അപ്പം നന്നായിട്ട് വരട്ടെ എന്നുള്ളതാണ്. എന്തായാലും സിനിമകൾക്ക് വലിയ കുറവുണ്ടാകാൻ സാധ്യതയില്ല എന്ന് എനിക്ക് തോന്നുന്നു. കാര്യം വെച്ചാൽ എന്തായാലും സ്ഥിരമായി പടം ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് കുറവാണ്, വളരെ കുറവാണ്, കുറഞ്ഞു വരികയാണ്. അത് ഒരു വലിയ വ്യത്യാസം കുറച്ച് പേരേ ഉള്ളൂ. OTTയുടെ ഭീഷണി പക്ഷേ നിലനിൽക്കുന്നുണ്ട്. ഭീഷണിയല്ല, അവർ ഒരു സമയത്ത് അവർ ടെലിവിഷനിൽ ആളുകൾ കണ്ട് ഒരു സാറ്റലൈറ്റ് റൈറ്റ് എന്ന് പറഞ്ഞ് ഒരു ഉറപ്പായ ഒരു സാധനം ഞങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരുന്നതാണ്. അപ്പോഴാണ് OTT വരുന്നത്. അതോടെ സാറ്റലൈറ്റ് പോയി. ഇപ്പൊ സാറ്റലൈറ്റും ഇല്ല, OTT ഇല്ലാത്ത അവസ്ഥയിലാണ് നിർമ്മാതാക്കൾ എപ്പോഴും. തീർച്ചയായിട്ടും. അപ്പോൾ അത് മാറി വരും. വേറെ എന്തെങ്കിലും പുതിയ സാധ്യതകൾ വരും. പുതുവർഷം വളരെ വിജയകരമാവട്ടെ. എല്ലാ ആശംസകളും.